ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം പാടെ തകർത്ത നീറ്റ് അഴിമതിയെപ്പറ്റിയാണ് രാജ്യം ചർച്ച ചെയ്യുന്നത്. മോദി സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിപക്ഷം വിചാരണ ചെയ്യുന്നതാണ് അക്ഷരാർത്ഥത്തിൽ ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും കണ്ടത്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിന് ഈ ദിവസം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ച ദിവസമാണ്. ലോകമെമ്പാടുമുള്ള സർവകലാശാലകൾ തുടരുന്ന ബിരുദ പഠന നിലവാരത്തിലേക്ക് നമ്മളും മാറി. 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് തുടക്കമായി. ദേശീയ അന്തർദേശീയ തൊഴിൽ അന്വേഷണങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കുട്ടികൾക്ക് നീങ്ങാം. നമ്മുടെ സർവകലാശാല ബിരുദങ്ങൾ ലോകമെങ്ങും അംഗീകരിക്കപ്പെടുന്ന നിലയിൽ വലിയ മാറ്റം വരുന്നു. അതോടെ വിദേശത്തേക്ക് ഉപരിപഠനത്തിന് പോകുന്നവർക്ക് വീണ്ടും ക്രെഡിറ്റ് സമ്പാദിക്കേണ്ടി വരില്ല. അക്കാദമിക് അഡ്വൈസറുടെ സഹായത്തോടെ വിവിധ വിഷയങ്ങളുടെ കോമ്പിനേഷൻ തിരഞ്ഞെടുത്ത് ബിരുദ പഠനം സ്വയം ഡിസൈൻ ചെയ്യാം. വിദ്യാർത്ഥികൾ ബിരുദ പഠനത്തിലൂടെ നേടുന്ന ക്രെഡിറ്റ് ലോകത്തെ പ്രധാന ക്രെഡിറ്റ് ട്രാൻസ്ഫർ സംവിധാനങ്ങളായ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റവും അമേരിക്കൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റവും അംഗീകരിക്കും. ഇവയുമായി ക്രെഡിറ്റ് ട്രാൻസ്ഫർ സാധ്യമാകും. അക്കാദമിക സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞ മാറ്റം വിവാദരഹിതമായി മുന്നോട്ട് എന്നത് പറഞ്ഞു തന്നെ പോകണം. എല്ലാം വിവാദമാക്കുന്നവരും വിവാദമായാൽ മാത്രം ഇതൊക്കെ അറിയുന്നവരും കൂടി അറിയാനാണ് ഇത്രയും പറഞ്ഞത്. ജനങ്ങൾക്ക് ഉറപ്പുകൊടുത്ത തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിയും ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പിണറായി സർക്കാർ. ഉറപ്പുകൾ പാലിച്ച് പിണറായി സർക്കാർ മുന്നോട്ടോ? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPIM, ശ്രീ ജോർജ് പൊടിപാറ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഡോക്ടർ പ്രേംകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ. കോട്ടയത്ത് നിന്നും ശ്രീ അനിൽകുമാർ ഈ ചർച്ചയിലേക്ക് എത്തുന്നുണ്ട്. പ്രേംകുമാറും അതുപോലെ തന്നെ ശ്രീ പൊടിപ്പാറയുമുണ്ട്. ഞാൻ ശ്രീ പ്രേംകുമാർ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം എവിടെ നിൽക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക നിൽക്കുന്നതിനിടയിലാണ് കേരളത്തിൻ്റെ ഈ വലിയ മാറ്റം. അതൊരു ഈ സർക്കാരിൻ്റെ വരവിൽ, രണ്ടാം വരവിൽ, തുടർ ഭരണത്തിൽ പറഞ്ഞതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ തോതിൽ കുട്ടികൾ വിദേശത്തേക്ക് പഠനാർത്ഥം എന്ന നിലയിലൊക്കെ പോകുന്ന വലിയ ചർച്ചയായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് സർക്കാർ വിശദീകരിച്ച പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ മാറ്റവുമായി ബന്ധപ്പെട്ട് അത് നടപ്പാക്കി മുന്നോട്ട് പോയൊരു സാഹചര്യം. ഞാൻ ശ്രീ പ്രേംകുമാർ, കഴിഞ്ഞ വർഷം, അതായത് 2023 ഓഗസ്റ്റ് മാസത്തിൽ നാം മുന്നോട്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പരിപാടിയുണ്ടല്ലോ, എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയാണത്. അതിൽ അദ്ദേഹം ഈ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. അല്പം സെക്കൻഡുകളിലാണ് അതുള്ളത്. അതൊന്ന് കണ്ടുകൊണ്ട് ഞാൻ താങ്കളിലേക്ക് വരാം. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണം, അതിൻ്റെ അക്കാദമിക് മികവ് വർദ്ധിക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടിയായിട്ടത് വരും. അതായത് ഇവിടുന്ന് അങ്ങോട്ട് കുട്ടികൾ പോകുന്നു എന്ന് പറയുന്നത് അവിടുന്ന് ഇങ്ങോട്ട് കുട്ടികൾ വരുന്നിടത്ത് വരും. കേരളം ഒരു ഡെസ്റ്റിനേഷനായി. അതെ, വലിയ തോതിലുള്ള ഉന്നത വിദ്യാഭ്യാസ ഡെസ്റ്റിനേഷനായിട്ട് നമ്മുടെ കേരളം മാറും. ഒരു വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് കുട്ടികൾ ഇങ്ങോട്ട് വരും. ആ നിലയിലേക്ക് കൂടി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഹോസ്റ്റൽ നിർമ്മാണം ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ ഇത് തുടങ്ങി. ഇപ്പോൾ അത് ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരിക തന്നെയാണ്. ശ്രീ പ്രേംകുമാർ, കഴിഞ്ഞ വർഷം, ഇപ്പോൾ ഒരു വർഷത്തിലേക്ക് പോവാണ്, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ മുഖ്യമന്ത്രി കേരളത്തോട് പറഞ്ഞതാണ് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എങ്ങനെ ചെയ്യാൻ പോകുന്നു. അതിനു മുമ്പ് തന്നെ പ്രകടന പത്രികയുണ്ട്, പല ഘട്ടങ്ങളിൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ ദിവസം നമ്മൾ പിന്നോട്ട് പോയി മുഖ്യമന്ത്രി വിശദീകരിച്ച കാഴ്ചപ്പാട് ഇന്ന് വീണ്ടും കേൾക്കുമ്പോൾ അതിന് കുറേ കൂടി ഗൗരവമില്ലേ? വലിയൊരു മാനമില്ലേ? ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തെ എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നു? ഘടനാപരമായ ഒരു വലിയ മാറ്റത്തിലേക്ക് നമ്മൾ മാറുന്നു എന്ന് ചിന്തിക്കുന്നയാളാണോ ഇന്നത്തെ ഈ മാറ്റത്തിലൂടെ, ഇന്നത്തെ ഈ ജൂലൈ 1 എന്ന തീയതി വെച്ച് നോക്കുമ്പോൾ? അതായത് പല കാരണങ്ങൾ കൊണ്ട് അതായത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ ഡെസ്റ്റിനേഷൻ ആവാൻ, ഗ്ലോബൽ ഹയർ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ ആവാനുള്ള സാധ്യതകളുള്ള നാടാണ് കേരളത്തിൻ്റെത്. ഇപ്പോൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അലോസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ഗവർണർ പോലും അല്ലാത്ത രീതിയിൽ, അല്ലാത്ത സമയത്ത് എന്താ പറയാ, സമ്മതിക്കുന്ന, അംഗീകരിക്കുന്ന, പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത്
കേരളത്തിന്റെ ക്ലൈമറ്റിന്റെ ഒരു പ്രത്യേകത, അതായത് ഒരു 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 സാധാരണ കോട്ടൺ ചുരിദാറോ ജുബയോ ഉണ്ടെങ്കിൽ, ഷർട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർഷം മുഴുവൻ ഇവിടെ ജീവിക്കാം, ഒരു കുട്ടിക്ക് ഇവിടെ ജീവിക്കാം. കേരളത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ കാണാം. ഡൽഹിയിലോ ബാംഗ്ലൂരിലോ ഉള്ളതിനേക്കാൾ സുരക്ഷിതമായ സമൂഹമാണ്, സാമൂഹ്യ സാഹചര്യമാണ് കേരളത്തിൽ. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല വെള്ളമാണ്, നല്ല വായുവാണ്, നല്ല പ്രകൃതിയാണ്. എവിടെ നോക്കിയാലും എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളും ആ കൾച്ചറും കാണാം. പോരാത്തതിന് ആദ്യകാലം മുതലേ നമ്മൾ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ വളരെ വളരെ മലയാളി പാരന്റ്സ് വളരെ കൺസേൺഡ് ആണ്. പക്ഷെ എനിക്കൊരു 10-20 വർഷം മുമ്പൊക്കെ എഡ്യൂക്കേഷന്റെ ഹയർ ലെവലിലേക്ക് പോവുക എന്നുള്ളത് സൊസൈറ്റിയിലുള്ള ഒരു ന്യൂനപക്ഷത്തിന് മാത്രം പ്രാപ്യമായ കാര്യമായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് അത് എല്ലാവർക്കും ആക്സസിബിൾ ആവുന്ന തലത്തിലേക്ക് നമ്മൾ എത്തി. LDF സർക്കാരിന്റെ പിണറായി സർക്കാർ എന്ന് പറയുന്ന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിലുള്ള +2 വരെയുള്ള വിദ്യാഭ്യാസ രംഗം ഗംഭീരമായിട്ട് നവീകരിക്കുക എന്നുള്ളതായിരുന്നു. 7 വർഷം മുമ്പ്, 8 വർഷം മുമ്പ്, ഇപ്പൊ കോഴിക്കോടെ ആവട്ടെ, ഏത് നഗരമായിക്കോട്ടെ എടുത്താൽ ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള സ്കൂൾ, നമുക്ക് വളരെ ലളിതമായ എക്സാമ്പിൾ പറഞ്ഞു പോവാം. ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള സ്കൂൾ എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് മേഖലയിലുള്ള അൺഎയ്ഡഡ് എന്ന് പറയുന്നതിലുള്ള ഇന്റർനാഷണൽ സ്കൂളുകളായിരുന്നു. വലിയ സ്റ്റേഡിയങ്ങളും സ്വിമ്മിംഗ് പൂളുകളും ഒക്കെ ഉള്ള സ്കൂളുകൾ കണ്ടിട്ട് സാധാരണക്കാരായ ആളുകളുടെ മക്കൾ ഇങ്ങനെ അസൂയയോടെ, ഇപ്പൊ ഞാൻ അടക്കം ഭയങ്കര അസൂയയോടെ നോക്കിയിട്ടുണ്ടായിരുന്നു, നമുക്കൊന്നും അവിടെ വിടാൻ പറ്റുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ എടുത്തു നോക്കിയാൽ കേരളത്തിൽ സ്വിമ്മിംഗ് പൂളുള്ളതും ഇൻഡോർ സ്റ്റേഡിയം ഉള്ളതുമായിട്ടുള്ള ഇഷ്ടം പോലെ സർക്കാർ മേഖലയിലുള്ള സ്കൂളുകളാണുള്ളത്. ഏത് ഇന്റർനാഷണൽ സ്കൂളിനോടും കിടപിടിക്കുന്ന നിലയിലുള്ള സർക്കാർ വിദ്യാലയങ്ങൾ കേരളത്തിലെമ്പാടുമുണ്ട്. ഞാനിപ്പോ ഇവിടുന്ന് സംസാരിക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ. അവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കോഴിക്കോട് എന്താ പറയാ, ബൈപ്പാസിനടുത്തുള്ള ചേവായൂർ ജംഗ്ഷനിലുള്ള ഒരു എയ്ഡഡ് സ്കൂൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും അൺഎക്കണോമിക് ആണെന്ന് പറഞ്ഞിട്ട് പൊളിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും അന്ന് നാട്ടുകാരെല്ലാരും കൂടെ വന്ന് അവിടെ തടയുകയും അന്നത്തെ ഗവൺമെന്റ് അത് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഇപ്പൊ ആ സ്കൂള് കണ്ടാൽ, അതായത് മലാപ്പറമ്പ് UP സ്കൂൾ, LP സ്കൂൾ അതിമനോഹരമായ, കഴിഞ്ഞ ദിവസം ഒരു സീനിയർ പത്രപ്രവർത്തകനോട് പറയണ്ടായിരുന്നു, അതിന്റെ അടുത്ത് കാറ് നിർത്തിയപ്പോ അതൊരു നല്ല എന്താ പറയാ ഒരു ട്രെൻഡി റെസ്റ്റോറന്റ് ആണെന്ന് കരുതിയിട്ട് അതിന്റെ ലേഔട്ട് കണ്ടിട്ട് അങ്ങോട്ട് പോയാലോ എന്ന്, അത്രയും മനോഹരമായിട്ട് കോഴിക്കോട് പ്രതിഭാധനരായിട്ടുള്ള ആർക്കിടെക്ട്സ് ഡിസൈൻ ചെയ്ത അതിമനോഹരമായ ഒരു സ്കൂളാണത്. ഇത്തരത്തിലുള്ള ചേഞ്ച് കേരളം മുഴുവൻ നടന്നിട്ടുണ്ട്. സെക്കൻഡ് ടേമിൽ വളരെ കൃത്യമായിട്ട് നവകേരള പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ്, 2ാം പിണറായി സർക്കാരിന്റെ LDFന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നിലയിലേക്കല്ല, അത് ഓൾറെഡി തന്നെയാണ്, മറിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല നിലയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് വിദേശത്ത് പോകുന്ന കുട്ടികളെ ഇവിടെ പിടിച്ചിരുത്തുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് കുട്ടികൾ പഠനത്തിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കുക. മെഡിക്കൽ രംഗത്ത് ഇപ്പൊ അങ്ങനെ ഉണ്ട്, ടൂറിസം രംഗത്ത് അങ്ങനെ ഉണ്ട്, ആയുർവേദിക് രംഗത്ത് അങ്ങനെ ഉണ്ട്. അതേപോലെ പണ്ട് എങ്ങനെയായിരുന്നു കുരുമുളകും ഏലവും കാപ്പിയും തേടി ആളുകൾ കേരളത്തിലേക്ക് വന്നിരുന്നത്, അതേപോലെ ഉന്നത വിദ്യാഭ്യാസം എന്താ പറയുക സെർച്ച് ചെയ്തുകൊണ്ട് ആളുകൾ കേരളത്തിലേക്ക് വരുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത്. അത് സൃഷ്ടിക്കണമെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയുക ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസോ തുടങ്ങിയാൽ മാത്രം പോരാ, നമ്മളിവിടെ നിലനിൽക്കുന്ന ഡിഗ്രി സംവിധാനങ്ങളും കൂടെ ആ തരത്തിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിന്റെ ഒരു കൃത്യമായ സ്റ്റെപ്പാണ് ഇന്ന് സർക്കാർ കൈവരിച്ചിരിക്കുന്നത്. ഈ 4 ഇയർ ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റത്തിലേക്ക് മാറി എന്നുള്ളത്. അതിലെനിക്ക് ശരത്ത് പറഞ്ഞതിൽ ഏറ്റവും രസമായിട്ട് തോന്നിയത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും വിദ്യാഭ്യാസ രംഗത്ത് ഒരു പരിഷ്കരണം ബഹളമില്ലാതെ, വിവാദമില്ലാതെ, സമരമില്ലാതെ, കുഴപ്പമില്ലാതെ നടപ്പിലാക്കുന്നത്. ഇതിപ്പോ നമ്മൾ അധികം പറഞ്ഞ പ്രശ്നമായിരിക്കും, നാളെ രാവിലെ മുതൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട് കുഴപ്പങ്ങളും സമരങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത്തരത്തിലുള്ള ഒരു ആക്ഷേപത്തിന് പോലും സ്കോപ്പ് ഇല്ലാത്ത രീതിയിലാണ് സർക്കാർ അതിന് 1.5 വർഷമായി ഇതിന്റെ പ്രോസസ്സ് നടന്നു വരികയാണ്. അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, സർവകലാശാലാ തലങ്ങളിൽ, അതുപോലെ അക്കാദമിക് വിദഗ്ധരായിട്ടുള്ള ആളുകൾ, കുട്ടികൾ, എല്ലാവരും വിവിധ തലങ്ങളിൽ വിവിധ ശില്പശാലകളിലൂടെ ജനാധിപത്യപരമായി ഈ ആശയങ്ങളുടെ ഒരു എക്സ്ചേഞ്ച് കാര്യമായി നടന്നപ്പോൾ പൊടുന്നനെ ഇത് 3 ക്രിമിനൽ നിയമങ്ങൾ സൂചിട്ട പോലെ ഒരു ദിവസം മുതൽ മാറിയ നാടാണ് ഇന്ന് മുതൽ ജൂലൈ 1 അങ്ങനെ വന്നതല്ല. ഇത് കഴിഞ്ഞൊരു 1.5 വർഷക്കാലമായി നിരന്തരമായിട്ടൊരു പ്രക്രിയയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനകളും അതിൻ്റെ ഭാഗമായിരുന്നു, അധ്യാപക സംഘടനകളും. അതുകൊണ്ട് സമരം ചെയ്യാനായിരുന്നെങ്കിൽ സ്കോപ്പ് നേരത്തെ ഉണ്ടായിരുന്നു. അല്ല, 1.5 വർഷവുമല്ല, അതിനേക്കാൾ സമയം എടുത്തിട്ട് നമ്മൾ ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ
ഇവിടെ എങ്ങനെയാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് അറിയാമായിരുന്നു. അതായത് കേരളം രാജ്യമാണോ എന്ന് ചോദിച്ചിട്ട് കോവിഡ് ചട്ടങ്ങൾ ലംഘിക്കാൻ ആളുകൾ ആഹ്വാനം ചെയ്തിരുന്ന നാടാണ് നമ്മൾ. ഹൃദ്യം എന്നുള്ള ആരോഗ്യ വകുപ്പിന്റെ ലോകത്തിന് മാതൃകയായ പദ്ധതി ഭയങ്കര തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളവും എന്താ പറയുക ബ്രേക്കിംഗ് ന്യൂസും ഒക്കെ ഉണ്ടായ നാടാണ് നമ്മളുടേത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അത്ര അത്രയും ഫൂൾ പ്രൂഫ് ആയിട്ടാണ് സർക്കാർ ഈ കാര്യം ചെയ്തത് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, ഈ പാർലമെന്റ് ഇലക്ഷനിലുള്ള എന്താ പറയാ തിരിച്ചടിയെന്നോ പരാജയമെന്നോ വോട്ട് ചോർച്ച എന്നൊക്കെ പറയുന്ന സാധനം അവിടെ നിൽക്കുമ്പോൾ പോലും സർക്കാർ അതിന്റെ ഒരു 25 വർഷത്തിനപ്പുറത്തുള്ള കേരളം സൃഷ്ടിക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ പരിപാടികൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളും ഈ പറയുന്ന ചർച്ചകളും ഈ എന്താ പറയാ ഇലക്ഷനിലുള്ള എന്താ പറയാ സെറ്റ് ബാക്കും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. എന്തൊക്കെയാണോ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് അത് അതിമനോഹരമായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം. ഉണ്ടാവുന്നില്ല, അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്ക് കൈരളിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, സാധാരണ വൈകുന്നേരത്തെ ചർച്ചകളിൽ വരുന്ന തരത്തിലേക്കുള്ള കേവല രാഷ്ട്രീയത്തിൻ്റെ ചൂടുപിടിച്ച വാദപ്രതിവാദങ്ങൾക്കോ ഒക്കെ അപ്പുറം കേരളം യഥാർത്ഥത്തിൽ നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളുണ്ട്. അതിനെ വിമർശനപരമായി സമീപിക്കാം, ശരിയായി അതിനെ അനുകൂലിച്ച് അതിൻ്റെ ഘടകങ്ങൾ വിശദമായി അപഗ്രഥിക്കാം, പലതും ഉന്നയിക്കാം, പലതും ചർച്ച ചെയ്യാം. അത്തരമൊരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് കാണാനും യഥാർത്ഥത്തിൽ മലയാളി തയ്യാറാകേണ്ടതുണ്ട് എന്ന് കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം മുമ്പ് പറഞ്ഞ പോലെ വിവാദമില്ലാത്തതുകൊണ്ടും സമരമില്ലാത്തതുകൊണ്ടും അത്തരം വാർത്താ താല്പര്യങ്ങൾ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് കുറയാം. അങ്ങനെ കുറഞ്ഞാൽ ഇതൊരു ചർച്ചാ വിഷയമായി വരാനേ ഇടയില്ല. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയിലേക്കുള്ള വളർച്ചയിലെ വളരെ സുപ്രധാനമായൊരു ഘട്ടമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നീറ്റിൻ്റെയൊക്കെ പേരിൽ രാജ്യത്ത് നടക്കുന്ന അവസ്ഥ നമ്മൾ കാണുമ്പോഴാണ് കേരളം വളരെ കാൽക്കുലേറ്റഡായി ഈ വിഷയത്തിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ചർച്ച കാണാൻ പ്രേക്ഷകർ ദയവായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വീണ്ടും പറയും. ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് വരുമ്പോൾ, ശ്രീ അനിൽകുമാർ, ഞാൻ നേരത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം, ഇപ്പോൾ ആകുമ്പോൾ ഏതാണ്ട് ഈ ഓഗസ്റ്റ് മാസം ആകുമ്പോൾ 1 വർഷമാകും, 1 വർഷം മുമ്പ് അദ്ദേഹം ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറഞ്ഞ വളരെ സുപ്രധാനമായ ഒരു വീഡിയോ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ കാട്ടിയിരുന്നു. നിശ്ചയമായി ഈ ചർച്ച ഈ സർക്കാരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തലങ്ങളിലേക്ക് കടന്നു വരും. നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു സർക്കാർ മുന്നോട്ട് പോവുക. പക്ഷേ അപ്പോഴും ജനങ്ങളോട് ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ഒരു സർക്കാരിന് ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് തെളിയിക്കുന്നതാണോ ഈ തീരുമാനം? അതിനെ എങ്ങനെയാണ് CPIM നേതാവ് എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് സംസാരിക്കുക? 2, ഈ ഒരൊറ്റ മാറ്റം ഇപ്പോൾ ബിരുദത്തിൽ 4 വർഷത്തേക്ക് വരുന്നു, അതുപോലെ ഈ പറഞ്ഞ പല ഘടകങ്ങളുമുണ്ട്. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, നേരത്തെ പ്രേംകുമാർ, ഇത് യഥാർത്ഥത്തിൽ ഗുണനിലവാര വർധനവിന് വലിയ മാറ്റം കുറിക്കും എന്ന് പറയാനാകുമോ? ഇന്ന് തിരുക്കൊച്ചി സംയോജനത്തെ തുടർന്ന് ഒരു രാജ്യം ഉണ്ടായ ഒരു ദിവസമാണ് ജൂലൈ 1-ാം തീയതി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് തിരുക്കൊച്ചി സംയോജനം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അവരുടെ കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണ്. നമുക്ക് കേരളം തന്നെ വേണം. അന്ന് കോൺഗ്രസ് എടുത്ത മുദ്രാവാക്യം ഉത്തർപ്രദേശ് പോലൊരു ദക്ഷിണപ്രദേശ് ഉണ്ടായാൽ മതി, മലബാർ അതിൻ്റെ ഭാഗമാകണം. തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന ഒരു കേരളം, ഒരു പുതിയ കേരളം. ആ പുതിയ കേരളത്തെ ഇന്ന് നവകേരളമാക്കി മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രതിബദ്ധതയോടെ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് 4 വർഷ ബിരുദ കോഴ്സ് എന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. 4 വർഷ ബിരുദ കോഴ്സിന് ന്യായം എന്താണ്? ഒന്ന്, കേന്ദ്ര സർക്കാർ തന്നെ 4 വർഷ ബിരുദ കോഴ്സ് എന്ന രീതിയിലേക്ക് അതിൻ്റെ സംവിധാനങ്ങളെ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അതേപടി പകർത്തുകയല്ല കേരളം ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോകുന്ന പല ഉദ്യോഗാർത്ഥികൾക്കും അവിടെയെല്ലാം 4 വർഷ ഡിഗ്രി കോഴ്സുകളാണ് ഉണ്ടാവുന്നത് എന്നുകൊണ്ട് തന്നെ നമ്മുടെ സർവകലാശാലകളിലെ 3 വർഷ കോഴ്സുള്ളവർക്ക് അവിടെ ചേരാനാവുന്നില്ല. ഇതൊരു പ്രശ്നമായിരുന്നു. എഞ്ചിനീയറിംഗിൻ്റെ ഡിഗ്രി 4 വർഷ കോഴ്സ് ആയതുകൊണ്ട് യാന്ത്രികമായി എഞ്ചിനീയറിംഗ് പാസ്സായവരെയെല്ലാം അവിടേക്ക് ജോലിക്ക് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മറ്റ് ഡിഗ്രി കോഴ്സുകളിലുള്ളവർ പുറന്തള്ളപ്പെട്ടു. ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഡിഗ്രി കോഴ്സുകൾ തന്നെ അനാകർഷകമായി. ഇവിടുന്ന് കുട്ടികളാണെങ്കിൽ നേരിട്ട് തന്നെ വിദേശത്തേക്ക് പോകുന്നു. നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ ഡിഗ്രി ഉള്ള കോളേജുകൾ തന്നെ, വളരെ പ്രശസ്തമായ കോളേജുകൾ തന്നെ അപ്രസക്തമായി. ഇതിനെ പരിഹരിക്കാൻ UGC കൊണ്ടുവന്ന പുതിയ ചട്ടങ്ങളെ
കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ പശ്ചാത്തലത്തിൽ കേരള സമൂഹത്തിൻ്റെ പുതിയ ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ രൂപത്തെ കേരളത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വിളക്ക് ചേർത്ത് പുനർസൃഷ്ടിക്കുക എന്ന ഏറ്റവും മനോഹരമായ മനോജ്ഞമായ ഒരു പ്രവർത്തനമാണ് വളരെയേറെ സന്തോഷത്തോടു കൂടി നടത്തിയത്. ഇവിടെ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞതുപോലെ വിവാദങ്ങളില്ലാത്തതുകൊണ്ട് മറ്റ് മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിവാദത്തിന് അതിൻ്റെ അകത്തൊരു ഇട കിട്ടിയിരുന്നെങ്കിൽ ഈ 4 വർഷ കോഴ്സിനെതിരെ വല്ല കോലാഹലം ഇവിടെ നടന്നു പോയേനെ. 2 വാദങ്ങളുണ്ട്. ഒന്ന്, നരേന്ദ്രമോദി 4 വർഷം പറഞ്ഞു, കേരളവും നടപ്പാക്കി. പിണറായി വിജയൻ നരേന്ദ്രമോദി പറയുന്ന പോലെ പോവുകയാണ്. ഇതാണ് ഒരു വാദം. 2, KSU എന്ന് പറഞ്ഞ് ധൃതി പിടിച്ച് നടപ്പാക്കി. ഒരു ധൃതി ഇല്ലല്ലോ. മോദി പറയുന്ന 4 വർഷ കോഴ്സല്ല നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിലാദ്യമായിട്ടാണ് വളരെ നേരത്തെ തന്നെ ഇപ്പോൾ +1 ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏകജാലക സംവിധാനം എത്ര ഫലപ്രദമായി. ഇപ്പം മലപ്പുറത്ത് സീറ്റുകളുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടായിട്ടുണ്ട്, സത്യമായ തർക്കമാണ്. അതിന് സർക്കാർ പരിഹാരം ഉണ്ടാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ആ അഡീഷണൽ അലോട്ട്മെൻറ്റുകൾ 2 കൂടെ പൂർത്തീകരിച്ചാൽ ഇനിയും വേണോ? ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ കൊല്ലം തന്നെ ഏതാണ്ട് അച്ചടിച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞു. എന്താണ് കേരളത്തിലെ അക്കാഡമി രംഗത്തെ ഈ മാറ്റം? സ്കൂളുകളുടെ നിലവാരം ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞു. ഇത് ചെറിയ മാറ്റമല്ല. ഇന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ദി മിറക്കിൾ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, അതാരാണ്? കേരളമാണ്. 1956 മുതൽ 2024 വരെയുള്ള ഒരു 75 ഒരു 10-60 വർഷക്കാലത്തെ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. അതിലൂടെ എന്താ കാണുന്നത്? ഈ 8 വർഷം കേരളത്തിൽ നടന്ന മിറക്കിൾ എന്താണ്? ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് എന്താണ്? നിങ്ങളുടെ മുൻഗണന മാറ്റണം. എന്താ നിങ്ങളുടെ മുൻഗണന? ഇത്രയും നാളും നയനാർ സർക്കാരിനെ കുറിച്ച്, LDF സർക്കാരിനെ കുറിച്ച് പറയുന്നു, നിങ്ങൾ ക്ഷേമത്തിൽ ശ്രദ്ധിക്കുന്നു, വികസനത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം എന്താ പറയണത്? വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് നിങ്ങൾ ധാരാളം ചെയ്തല്ലോ. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? നിങ്ങൾ ക്ഷേമത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്, ഊന്നേണ്ടത് ക്ഷേമത്തിലാണ്. സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? ക്ഷേമ പ്രവർത്തനങ്ങളിൽ ചെറിയ കുറവുകൾ വന്നത് തിരുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് വികസനത്തെ കൈവിടാൻ പറ്റുമോ? ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ കാപ്പക്സ് എന്ന് വിളിക്കപ്പെടുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് കേരളം. ഏത് കേരളം? ഈ കേരളം തകരുകയാണ് എന്ന് വാദിക്കുന്നവരുടെ മുമ്പിലാണ്. ഇന്ത്യ രാജ്യത്ത് കൊട്ടക്കണക്കിന് പദ്ധതികളാണ് കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത്. അടൽ സേതു സംസ്ഥാനത്തിൻ്റെ പണമാണോ? ഗുജറാത്തിൽ നിന്നുള്ള അഹമ്മദാബാദ് ബോംബെ ബുള്ളറ്റ് ട്രെയിൻ സംസ്ഥാനത്തിൻ്റെ പണമാണോ? ദില്ലി പ്രഗതി മൈതാൻ അവിടുത്തെ ടണൽ പദ്ധതി സംസ്ഥാനത്തിൻ്റെ പണമാണോ? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കോടാനുകോടി രൂപയാണ് ഇന്ത്യ രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, റെയിൽവേ മേഖലയിലടക്കം. കേരളത്തിൽ മാത്രമേ അതില്ലാതുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാഞ്ഞിട്ടും കേരളത്തിൻ്റെ പണം കേന്ദ്രം വാങ്ങിച്ചിട്ടാണ് ദേശീയപാത കൊണ്ടുവന്നതെങ്കിൽ പോലും നമ്മൾ ഇന്ത്യ രാജ്യത്ത് സംസ്ഥാന നിലവാരത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടപ്പാക്കിയ സംസ്ഥാനമാണ് രാജ്യത്ത്. അതാണ് ദി മിറക്കിൾ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയായി കേരളത്തെ വെക്കുന്നത്. കേരളം അതിൻ്റെ ക്ഷേമ നടപടികളിലെ മനുഷ്യ വികസന കഴിവുകളിലെ ഏറ്റവും ഉയർന്ന നിലവാരം കൈവരിക്കുമ്പോഴും എന്തായിരുന്നു കുറവുണ്ടായിരുന്നത്? ഇവിടുത്തെ പശ്ചാത്തല സൗകര്യ വികസനത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കേരളം പിന്നിലായിരുന്നു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രസ്താവന ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കേരളത്തിൻ്റെ ശമ്പളം, പെൻഷൻ, പലിശ ഇത് 3 കൊടുത്തു കഴിഞ്ഞാൽ കടം വാങ്ങാതെ പലിശ തീർപ്പാക്കാനാവില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ വികസനത്തിനൊരു വെള്ളി രൂപ ഖജനാവിൽ മിച്ചമില്ല. ശമ്പളം, പെൻഷൻ കഴിഞ്ഞ് പിന്നെ പലിശ കൂടെ കൊടുത്താൽ 4000 കോടി രൂപ അതിനുകൂടി കടമെടുക്കണം എന്ന് പറഞ്ഞിരുന്ന കേരളത്തിലാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 8 കൊല്ലത്തെ പിണറായി സർക്കാർ നടപ്പാക്കിയത്. അതുകൊണ്ട് പല തിരുത്തലുകളുമാകേണ്ടതുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളതുകൊണ്ട് തലകുനിച്ചിരിക്കേണ്ട ഒരു ഗവൺമെൻറ് അല്ല പിണറായി സർക്കാർ. അഭിമാന പുരസരം 10 കൊല്ലക്കാലത്തെ പെർഫോമൻസ് പറയുമ്പോൾ ഒരു UDF-നും ഒരു കോൺഗ്രസിനും ഒരു BJP-കാരനും ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ്റുകൾക്കും പറയാനാവുന്ന ഉയരം. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ നോക്കൂ. ആ ഗവൺമെൻറ്റുകൾക്ക് ചരിത്രത്തിൽ ഉജ്ജ്വലമായ സ്ഥാനമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു,
ഉജ്ജ്വലനായ നേതാവ് ഫിദൽ കാസ്ട്രോ കോടതിയിൽ നിന്ന് പറഞ്ഞാണ്, ചരിത്രം എന്നെ കുറ്റക്കാരനില്ലെന്ന് വിധിക്കും, ചരിത്രം ഞങ്ങളെ കുറ്റക്കാരില്ലെന്ന് വിധിക്കും. 8 കൊല്ലത്തെ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ കേരളീയ പൊതുസമൂഹത്തിൽ അഭിമാന പുരസ്സരം പറയുന്നു, ചരിത്രം ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെ കുറ്റക്കാരല്ലെന്നാണ് വിധിച്ചിട്ടുള്ളത്. വിമോചന സമരം കൊണ്ട് പുറത്താക്കപ്പെട്ട EMS സർക്കാർ കുറ്റക്കാരായിട്ടല്ല ഇന്ന് കേരളം കാണുന്നത്. പെൻഷൻ പദ്ധതികൾ ആരംഭിച്ച നയനാർ സർക്കാർ കുറ്റക്കാരായിട്ടല്ല കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ആദ്യമായി IT പാർക്ക് ആരംഭിച്ച നയനാർ സർക്കാർ 4ാമത്തെ IT നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വികസനം, നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൻ്റെ വികസനം 4th സ്റ്റേജിലേക്ക് കുതിച്ചു കയറുകയാണ്. ഒറ്റ വാക്കുകൂടെ പറയട്ടെ, ആ കഴക്കൂട്ടം മുതൽ വിഴിഞ്ഞം വരെ ഒന്ന് പോയി നോക്കൂ. പുതിയ കേരളം കാണാം, ഒരു പുതിയ ലോകം കാണാം. അത് ഇന്ത്യ മുഴുവൻ, ഈ കേരളം മുഴുവൻ എത്തിക്കാൻ ഉള്ള പ്രവർത്തനത്തിലാണ് LDF. അത് ആര് മറയ്ക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ മനുഷ്യർ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് LDFൻ്റെ ആത്മവിശ്വാസം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ 4 വർഷ ബിരുദം എന്ന് പറയുമ്പോൾ നമ്മുടെ സർവകലാശാല ബിരുദങ്ങൾ ലോകമെങ്ങും എന്ന് പറഞ്ഞാൽ ലോകത്തെ സർവകലാശാലകൾ അംഗീകരിക്കപ്പെടുന്ന നിലയിലേക്ക് മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുട്ടികളൊക്കെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തൊഴിൽ സാധ്യതകൾ തേടി പോകുന്ന ഒരു കാലത്ത് അത് വലിയൊരു ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നതാണ്. അതുപോലെ വിദേശത്ത് ഉപരിപഠനാർത്ഥം പോകുന്നവർക്ക് വീണ്ടും ക്രെഡിറ്റ് സമ്പാദിക്കേണ്ടതായി വരാത്ത സാഹചര്യം, സമ്പാദിക്കേണ്ടി വരില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്രെഡിറ്റ് ഏജൻസീസ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അവരുമായി ക്രെഡിറ്റ് ട്രാൻസ്ഫർ സാധ്യമാകും. അതുപോലെ തന്നെ പരമ്പരാഗത ഡിഗ്രി വിഷയങ്ങൾക്കപ്പുറത്തേക്ക് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചികൾക്കനുസരിച്ച് അക്കാദമിക് അഡ്വൈസറുടെ സഹായത്തോടു കൂടി തന്നെ ബിരുദം ഡിസൈൻ ചെയ്യാം, സ്വയം ഡിസൈൻ ചെയ്യാം. അതിലൂടെ വിഷയങ്ങളെ കൂട്ടിച്ചേർക്കാം, അതിലൂടെ പഠിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ പരീക്ഷയ്ക്ക് എന്നതിനപ്പുറത്തേക്ക് കുറേ കൂടി അവനവന് ഇഷ്ടപ്പെട്ട മനസ്സിനിണങ്ങിയ വിഷയങ്ങളെ ചേർത്ത് വെച്ച് അവരുടെ ബിരുദ പഠനത്തെ ഡിസൈൻ ചെയ്യാം, സ്വയം ഡിസൈൻ ചെയ്യാം എന്ന നിലയിലേക്ക് ലോകത്തിൻ്റെ ഒരു പഠനക്രമത്തിലേക്ക് നമ്മൾ മാറുന്നു. അത് വളരെ വിപുലമായിട്ടുള്ളൊരു ആലോചനയിലൂടെ മാതൃക ഒരു മോഡൽ മുന്നോട്ട് വെച്ച് അതിന്മേൽ വലിയ ചർച്ചകൾ നടന്ന് പല ശില്പശാലകളിലൂടെ കരിക്കുലം രൂപീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ സിലബസ് തയ്യാറാക്കി സർവകലാശാലകളൊക്കെ അവർക്ക് പാകത്തിന് അവർക്ക് പല കോഴ്സുകളും അങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേരിടുന്ന വെല്ലുവിളികളെ കണ്ടുകൊണ്ട് പരിഹരിക്കാൻ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ശുഭകരമായ മാറ്റമായി താങ്കൾ അതിനെ കാണുന്നുണ്ടോ എന്നതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അതും ഒരു സർക്കാർ അതിൻ്റെ രാഷ്ട്രീയമായ തിരിച്ചടി ഒരു തെരഞ്ഞെടുപ്പിൽ നേരിട്ടതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ സർക്കാർ ഒരു തുടർച്ചയാണല്ലോ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തി വന്ന പ്രക്രിയയുടെ തുടർച്ചയിൽ അതൊന്നും അതിനെ പിന്നോട്ടടിപ്പിക്കാതെ ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ദിശാബോധത്തോടെ പോകുന്നതായി താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? ശരത്തെ, ഇപ്പൊ ഈ പറഞ്ഞ 4 വർഷ ബിരുദ സമ്പ്രദായം, അത് 4 വർഷ ക്രെഡിറ്റ് സെമസ്റ്റർ സമ്പ്രദായത്തിലേക്കുള്ള കേരളത്തിലെ ഡിഗ്രി കോഴ്സുകളുടെ മാറ്റം നമ്മൾ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കേരളത്തിലെ ബിരുദ പഠനം, ബിരുദാനന്തര പഠനവും ഒക്കെ മാറണം എന്നുള്ളത് ഇന്നോ ഇന്നലെയോ പറഞ്ഞു തുടങ്ങിയതല്ല. ഏറെ കാലമായിട്ട് നമ്മൾ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ, അതായത് +2 വരെയുള്ള വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വലിയ മാറ്റങ്ങൾ, വലിയ നേട്ടങ്ങൾ കൈവരിച്ചെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെ നിലവാരം പലപ്പോഴും ഇന്ത്യൻ ശരാശരിയേക്കാൾ താഴെയാണ്. നമ്മുടെ സർവകലാശാലകൾ ഒന്നും തന്നെ ഇന്ത്യയിലെ നമ്പർ 1 അല്ലെങ്കിൽ ആദ്യത്തെ 10ലോ 15ലോ ഒന്നും പെടുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കാലങ്ങളായിട്ടുള്ളതാണ്. ആ ഒരു ആക്ഷേപത്തിന് അല്ലെങ്കിൽ ആ ഒരു പരാതിക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം കൊണ്ടുവരികയാണ് നമ്മൾ ഈ 4 വർഷ ക്രെഡിറ്റ് സമ്പ്രദായത്തിലേക്ക് പോകുമ്പോൾ. താങ്കൾ നേരത്തെ വളരെ വിശദമായി സംസാരിച്ചു, പ്രേംകുമാറും അനിൽകുമാറും പറഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് ഇത് പരാതികളില്ലാതെ, ഒരു വിവാദവുമില്ലാതെ ഈ മാറ്റം സാധ്യമാകുന്നത് കേരളത്തെക്കുറിച്ച് നമുക്ക് നല്ല പ്രതീക്ഷ തരുന്നുണ്ട്. അതായത് എന്തിനും ഏതിനും വിവാദങ്ങൾ ഉയരുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലെ അടിസ്ഥാനപരമായ മാറ്റം 4 വർഷ ബിരുദ കോഴ്സിലേക്ക് മാറുമ്പോൾ ഒരു സ്ഥലത്തു നിന്നും അവസരങ്ങൾ ഉയരുന്നില്ല. KSUവിന്റെ ഭാഗത്തുനിന്ന്, ABVPയുടെ ഭാഗത്തുനിന്ന്, MSFന്റെ ഭാഗത്തുനിന്ന് ആരും തന്നെ വലിയ വിവാദങ്ങളോ വലിയ ആരോപണങ്ങളോ വിമർശനങ്ങളോ ഒന്നും ഉയർത്തുന്നില്ല. ഇത് നല്ലതാണ് എന്ന രീതിയിലേക്ക് തന്നെയാണ് ഇതിനെ കാണുന്നത്. അപ്പൊ അതൊരു വലിയ മാറ്റമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ സർക്കാർ എടുക്കുന്ന ഈ നിലപാട്, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും ഞങ്ങൾ പിന്നോട്ടില്ല, മറിച്ച് ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ഉറച്ചു തന്നെയാണ് എന്നതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. പക്ഷെ ഒരു പ്രശ്നമുള്ളത് ശരത്തെ,
അതായത് ഇവിടെ നമ്മൾ കേരളത്തിന് മൂന്ന് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതെന്നാണ് സാമ്പത്തിക വിദഗ്ധരെല്ലാം പറയുന്നത്. ഒന്ന് വിദ്യാഭ്യാസ രംഗത്ത്, രണ്ട് ആരോഗ്യ രംഗത്ത്, മൂന്ന് ടൂറിസം രംഗത്ത്. നമ്മൾ ഈ മൂന്ന് മേഖലയാണ് കേരളത്തിന്റെ പൊട്ടൻഷ്യൽ ഏരിയാസ്. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് ഈ മൂന്ന് മേഖലയിൽ ആഗോള തലത്തിലുള്ള ഒരു ഹബ്ബായി മാറാനുള്ള സാധ്യത കേരളത്തിനുണ്ട്. അതാണ് നേരത്തെ പ്രേംകുമാറും അനിൽകുമാറും പറഞ്ഞത്. വളരെ മനോഹരമായിട്ട്, അല്ലെങ്കിൽ നല്ല കാലാവസ്ഥ, നല്ല അന്തരീക്ഷം, വളരെ മാന്യമായി പെരുമാറുന്ന ആളുകൾ, എല്ലാവരോടും നീറ്റായിട്ട്, അല്ലെങ്കിൽ നീറ്റായ തെരുവുകൾ, ഇതെല്ലാം ഉള്ളൊരു സംസ്ഥാനമാണ് കേരളം. വളരെ എന്താ പറയുക, ഹോസ്റ്റൈൽ അല്ലാത്തൊരു ക്ലൈമറ്റ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിന് ഈ മേഖലയിൽ വലിയ സാധ്യതകളുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളൊരു കണക്കെടുത്ത് നോക്കുക, കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് ബ്രിട്ടനിലേക്കും കാനഡയിലേക്കും അയർലൻഡിലേക്കും ജർമ്മനിയിലേക്കും ഡിഗ്രി പഠിക്കാൻ പോയ ചെറുപ്പക്കാരുടെ എണ്ണം 1.5 ലക്ഷമാണ്. ഇത് നമ്മളെ നോക്കി ഈ ആഹ്ലാദത്തിനിടയിലും നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ ആളുകൾ ഇവിടുത്തെ ഡിഗ്രി കോഴ്സിന്റെ ഒരു നിലവാരക്കുറവ് കൊണ്ട് മാത്രമല്ല പോകുന്നത്. അവര് പോകുന്നത് അവിടെ ചെന്നാൽ ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ജോലിയും എടുക്കാനുള്ള ഒരു അവസരമുണ്ട്, അവിടെ ഞങ്ങൾക്കൊരു ജോലി കിട്ടും, ഞങ്ങൾക്കൊരു ജീവിതം കിട്ടും എന്നൊരു വിശ്വാസം. പക്ഷെ ഇവിടെ ഈ 4 വർഷ കോഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ വിദേശത്തേക്ക് പോകാൻ കുറച്ചുകൂടി അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഈ ക്രെഡിറ്റ് സമ്പ്രദായം വരുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ ക്രെഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുമെങ്കിൽ പോലും ഈ ജോലി സാധ്യത സംബന്ധിച്ച ഒരു ഉറപ്പില്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ ഇവിടെ നിൽക്കുവോ? അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കാര്യമായിട്ട് കിട്ടുന്നില്ല, അവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ പ്ലേസ്മെന്റ്സ് കിട്ടുന്നില്ല, ജോലി സാധ്യതകൾ തുലവും കുറവാണെങ്കിൽ ഈ ചെറുപ്പക്കാരെ എങ്ങനെ കേരളത്തിൽ നിൽക്കും? അപ്പൊ നമ്മൾ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുന്നത് ഒരു 4 വർഷ ബിരുദത്തോടുകൂടി ഈ പരിഷ്കാരങ്ങളും ഈ മാറ്റവും അവിടെ കൊണ്ട് അവസാനിക്കുന്നതുമല്ല. സർക്കാർ നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതുപോലെ ഇതിൻ്റെ തുടർച്ചയിൽ പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കുള്ള ആ സാഹചര്യമാണ് ഇതിൻ്റെ തുടർച്ചയിൽ വരാൻ പോകുന്ന മറ്റൊന്ന്. അത്തരം ഇൻഡസ്ട്രിയൽ പാർക്ക് സംവിധാനം പോലും ഈ കുട്ടികൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിഭാവനം ചെയ്യുന്ന നിലയിൽ വളരെ വിപുലമായിട്ടുള്ളൊരു ഉന്നത വിദ്യാഭ്യാസ മാറ്റത്തിൻ്റെ ഒരു വരവിൻ്റെ തുടക്കമാണിത്. അതുപോലെ ഇൻ്റർനാഷണൽ ഹോസ്റ്റലിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇപ്പോൾ തന്നെ താങ്കൾ പത്രങ്ങൾ വായിച്ചു കാണും. കേരളത്തിലെ സർവകലാശാലകളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അപേക്ഷകരായി വരുന്ന എണ്ണം വർദ്ധിക്കുന്നു. ഇപ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ കഴിഞ്ഞ തവണ 500-ൽ പരം അപേക്ഷകളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 800-ൽ പരം അപേക്ഷകളായി മാറിയിട്ടുണ്ട്. അതുപോലെ കേരള സർവകലാശാല നോക്കിയാൽ 1000-ൽ പരം വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ പഠിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൽ മാത്രം ഒതുങ്ങുന്നതാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. അങ്ങനെ ആകരുത് എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആകരുത്. നമ്മളിപ്പോ ഈ 4 വർഷ ക്രെഡിറ്റ് കോഴ്സുകൾ ബിരുദം മാത്രം ആരംഭിച്ചിട്ട് കാര്യമില്ല. അതിനോട് അനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളിൽ കൂടി ഇതേ ജാഗ്രതയും ഇതേ ശാസ്ത്രീയതയും ഉണ്ടാകണം. അതായത് നൈപുണ്യ കോഴ്സുകൾ ആരംഭിക്കണം. അതായത് ഇപ്പൊ മറ്റു പുറത്തുള്ള കോളേജുകളിൽ, ഇപ്പൊ ഡൽഹിയിലൊക്കെയുള്ള കോളേജുകളിൽ ഈ ഡിഗ്രിയോടൊപ്പം തന്നെ മറ്റു പല കോഴ്സുകളും സൈമിൾട്ടേനിയസ് ആയിട്ട് പഠിക്കാൻ അവസരമുണ്ട്. അതിപ്പോ ബാംഗ്ലൂരെ പല കോളേജുകളിലുണ്ട്. അങ്ങനെ ഇവിടെ മാത്രമാണ് ഈ ഡിഗ്രി മാത്രം പഠിച്ച് അവസാനിക്കുന്നത്. അതിന് പകരം അതോടൊപ്പം തന്നെ മറ്റു കോഴ്സുകൾ, എത്രയോ കോഴ്സുകളുണ്ട്, തൊഴിലധിഷ്ഠിത കോഴ്സുകളുണ്ട്. CA പഠിക്കാം, CS പഠിക്കാം, സീമ പഠിക്കാം, അതുപോലെ തന്നെ MBA പഠിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോഴ്സുകൾക്ക് സാധ്യതയുണ്ട്. ഈ കോഴ്സുകൾ കൂടി ഈ 4 വർഷ ഡിഗ്രി കോഴ്സിനൊപ്പം തന്നെ അതാത് കോളേജുകളിൽ അതിനുള്ളൊരു സൗകര്യം കൂടി ഏർപ്പെടുത്തിയാൽ ഈ 4 വർഷം കൊണ്ട് അവർ കുറെ കൂടി എക്യുപ്ഡ് ആവും. തൊഴിൽ മാർക്കറ്റിൽ അവർ കുറെ കൂടി ഒരു ജോലിക്ക് വേണ്ടിയുള്ള ആ ഒരു എന്താ പറയാ ശേഷി അവർക്കുണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങളിലാണ് ഇതൊരു നല്ല തുടക്കം തന്നെയാണ്, എനിക്ക് ഒരു സംശയമില്ല. ദിസ് ഈസ് എ വണ്ടർഫുൾ സ്റ്റാർട്ട്. ഇത് തീർച്ചയായിട്ടും ഒരു നല്ല തുടക്കമാണ്. 4 വർഷ ഡിഗ്രി എന്ന് പറയുന്നത് ഡൽഹി സെന്റ് സ്റ്റീഫൻസിലും അതുപോലുള്ള അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ആ രീതിയിലാണ് ഇപ്പൊ കോഴ്സ് പോകുന്നത്. അത് കേരളത്തിലും ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തിലെ ഡിഗ്രി ഹോൾഡേഴ്സിന്റെ ആ ഒരു എന്താ പറയുക സാധ്യതകൾ വർദ്ധിപ്പിക്കും, അവരുടെ മെറിറ്റ് വർദ്ധിപ്പിക്കും, അവരുടെ വാതായനങ്ങളും അവരുടെ ആകാശവും കുറെ കൂടി വിശാലമാകും. അവർക്ക് വിദേശ തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവർക്ക് കൂടുതൽ അവസരങ്ങളുടെ ജാലകങ്ങൾ തുറന്നു കിട്ടും. ആ രീതിയിൽ സർക്കാർ പോകുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ ആരംഭശൂരത്വം പോരാ. നമ്മളിപ്പോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പലപ്പോഴും നമ്മളെ പിന്നോട്ടടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വൈസ് ചാൻസലർമാരും ഗവർണറും തമ്മിൽ തർക്കം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും തമ്മിൽ തർക്കം, ഗവർണറും ഗവൺമെന്റും തമ്മിൽ തർക്കം. ഇതിന്റെയൊക്കെ ഈ തർക്കങ്ങളുടെയൊക്കെ ഒരു തുടർച്ചയിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പെരുക്കത്തിൽ
പലപ്പോഴും നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അതിന്റെ യഥാർത്ഥ മെറിറ്റ് സമൂഹത്തെ അല്ല, അതിന് ബോധ്യപ്പെടുത്താൻ കഴിയാതെ മറ്റൊരർത്ഥത്തിൽ വരുന്നുണ്ട്. ശ്രീ പൊടിപ്പാറ, ആ അതിന് കാര്യത്തിൽ മറ്റൊരർത്ഥത്തിൽ ഒരു വായനയും നിരീക്ഷണവും വേണ്ടതല്ലേ? ഇവിടെ ഗവർണറുടെ ഭാഗത്തു നിന്ന്, ചാൻസലർ എന്ന നിലയിൽ ഗവർണർ കേരളത്തിൻ്റെ സർവകലാശാലകളുടെ ഭരണത്തെ ബാധിക്കും വിധം ഇടപെടുന്നു. കോടതികളിൽ പലതവണ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടുക, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തന്നെ ഏകപക്ഷീയമായി സെർച്ച് കമ്മിറ്റി എടുത്തതിനെതിരെ ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം ഒരു ഭാഗത്ത് സർക്കാരിന് നടത്തേണ്ടി വരുന്നു. എന്നാൽ അപ്പോൾ പോലും ഈ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാര വർധനവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നതിൽ നിന്ന് ഒരിഞ്ചും പിന്നോട്ട് പോകാതെ അതേ സാഹചര്യത്തിൽ തന്നെ, വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ തന്നെ, ഗവർണർ ചാൻസലർ തന്നെ വഴിമുടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഒരു സർക്കാർ ഇത്തരം നടപടികൾ കൂടി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വലിയ കാര്യമല്ലേ? നമ്മുടെ സംസ്ഥാനത്ത് പല സർക്കാരുകളും പ്രഖ്യാപിച്ചതൊക്കെ നിർത്തിപ്പോയ അനുഭവം നമുക്ക് ഒരുപാടുണ്ടല്ലോ, എതിർപ്പുകൾ വരുമ്പോൾ. ശരത്തെ, ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇപ്പൊ ഗവർണറുടെ നിലപാടുകൾ വളരെ ശരിയും സർക്കാരിന്റെ നിലപാടുകൾ പൂർണ്ണമായും തെറ്റാണ് എന്നുള്ള നിലപാടൊന്നും എനിക്കില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഗവർണറുമായിട്ടൊരു നിരന്തരം ഏറ്റുമുട്ടൽ, സർക്കാരും ഗവർണറുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടുന്നു. ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന ഗവർണറെ നിരന്തരം റോഡിൽ തടയുന്നു. ഇങ്ങനെ ഒരു കലാപ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് കേരളം പോകുമ്പോൾ പുറത്ത് കിട്ടുന്ന ഒരു ചിത്രം എന്താ? ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു രക്ഷയില്ല, ഇവിടെ പിള്ളേരെ വിട്ടിട്ട് ഒരു കാര്യമില്ല, പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരാൻ മടിക്കും. നമ്മൾ ഈ 4 വർഷ ക്രെഡിറ്റ് സെമസ്റ്റർ കോഴ്സുകൾ ആരംഭിക്കുമ്പോൾ പുറത്തു നിന്നുള്ള ധാരാളം കുട്ടികൾ കേരളത്തിലേക്ക് വന്ന് ഇതൊരു വിദ്യാഭ്യാസ ഹബ്ബായി മാറണം, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒഴുക്ക് പോലെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ഒഴുക്ക് കൂടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശാന്തമായ സമാധാനപരമായ ഒരു അന്തരീക്ഷം എന്ന് കരുതി ഏകപക്ഷീയമായ കീഴടങ്ങലൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിയുന്നത്ര എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ശ്രമിക്കാതെ കുറച്ചുകൂടി ഒരു അമിക്കബിൾ ആയിട്ടുള്ള സെറ്റിൽമെന്റിലേക്ക് ചിലപ്പോഴൊക്കെ പോയാൽ ഇത്രയൊന്നും കലാപകലുഷിതമാകില്ല. ഈ ഏറ്റുമുട്ടല് പലപ്പോഴും ഒരു പരിധിയിൽ നിൽക്കും. അത് ഇനി അങ്ങോട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. താങ്കളിലേക്ക് വരാം. ഇപ്പോൾ പ്രേംകുമാർ നമ്മൾക്കൊപ്പം വീണ്ടും ചേർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ശ്രീ അനിൽകുമാറിലേക്ക് വരികയും ചെയ്യും. അദ്ദേഹം പറഞ്ഞ അവസാന ഭാഗം താങ്കൾ കേട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഇനി മാറ്റം നല്ലതാണ്, പക്ഷേ ഇത് ആരംഭശൂരത്വമായി പോകരുത് എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു വാചകം, അത് തള്ളിക്കളയേണ്ടതല്ല. അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹം അവതരിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഗവർണർ ചാൻസലറുമായി നിരന്തരം ഒരു ഏറ്റുമുട്ടുന്ന സർക്കാർ, അതുവഴി പുറത്തേക്ക് കൊടുക്കുന്ന ഒരു പ്രതീതി ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുഴപ്പമാണ്, അവിടേക്ക് കുട്ടികളെ വിട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് കരുതി പുറത്തേക്ക് പോകുന്നു. ഇനി 4 വർഷ ബിരുദം തുടങ്ങിയാലും കേരളം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, കുട്ടികൾ, അവരുടെ മനോഭാവത്തിനും ആ അഭിരുചിക്കും കുറവ് വരുമോ? അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ്. കാരണം അവർക്ക് തൊഴിൽ ചെയ്യാനുള്ളൊരു അവസരമുണ്ട്, ഏത് തൊഴിലും ചെയ്യാം, കുറെ കൂടി മികച്ച വരുമാനം ലഭിക്കും, കുറെ കൂടി സ്വതന്ത്രമായി ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം തുറക്കും. അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടിയായാലും പോകാമെന്ന് ചിന്തിക്കുന്ന കുട്ടികളുടെ മനോഭാവത്തിന് മാറ്റം വരുമോ? അപ്പോൾ ഇതിലൊതുങ്ങാത്ത, ഇതിൻ്റെ തുടർച്ചയിൽ ചെയ്യേണ്ടതായ പല കാര്യങ്ങളും ഇതിനകത്തില്ലേ എന്നതുപോലുള്ള ചോദ്യങ്ങളും അതിലുണ്ട്. താങ്കളുടെ ഒരു അഭിപ്രായം? ഈ ഗവർണറുടെ കാര്യത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് പോകുന്ന ശാസ്ത്രീയമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും തകർക്കുക എന്നുള്ളത് സംഘപരിവാരത്തിന്റെ അജണ്ടയാണ്. രാമായണമാണ് ശാസ്ത്രമെന്ന് പറയലാണ്, ദൈവങ്ങളാണ് ശാസ്ത്രമെന്ന് പറയലാണ് അവരുടെ അജണ്ട. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും നടക്കുന്ന പുരോഗമന സ്വഭാവമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ തകർക്കും. പക്ഷേ അവരുടെ സംഘപരിവാരത്തിന്റെയും BJPയുടെയും കെട്ടിപ്പൊക്കിയ സാധനങ്ങളൊക്കെ ഒരൊറ്റ പെരുമഴയിൽ ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്നത് നമ്മൾ കാണുകയാണ്. പാലങ്ങളായിരുന്നാലും വിമാനത്താവളങ്ങളായിരുന്നാലും ടണലുകളായിരുന്നാലും എല്ലാം. അതേപോലെ പാർലമെന്റിനകത്തുള്ള സീനുകളും ഇന്ന് പാർലമെന്റിൽ നടന്ന ഡിസ്കഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ശബ്ദം മോഡിയെ പോലും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഗവർണർ എന്ന് പറഞ്ഞ ആൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയൊരു ആയുസും കൂടി അതിനുള്ളൂ. കാരണം കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ആരാവണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം കേരളത്തിലെ സർക്കാരിനാണ്. കേരളത്തിലെ സർക്കാർ അത് പ്രകാരം നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇയാൾ കുറേ ദിവസം പെട്ടീൻ്റെ അകത്ത് വെച്ചു. അതിപ്പോ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കാണ്. അതുമല്ലെങ്കിൽ അവിടെയും വന്നിട്ടില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോവുകയാണ് സർക്കാർ. ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കൽ, അതായത് സിൻഡിക്കേറ്റിലേക്ക് ആളെ കയറ്റി VCയെ നോമിനേറ്റ് ചെയ്തിട്ടൊക്കെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കൽ കുറച്ച് ദിവസം കൂടി, ഇപ്പോൾ 2, 3, 4 ആഴ്ചകളോ മാസങ്ങളോ മാത്രമേ നിൽക്കുള്ളൂ. അത് അവിടെ കഴിയാൻ പോവുകയാണ്.
പിന്നെ പൊടിപ്പാറ പറഞ്ഞ എന്താ പറയാ, ഇതൊരു ആരംഭശൂരത്വമായി പോകരുത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനെയല്ല. വളരെ നീണ്ട കാലത്തെ ചർച്ചകളിലൂടെ വളരെ കൃത്യമായ വിഷനോട് കൂടിയിട്ട് ആഗോളതലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ബൃഹത്തായ ഒരു ആക്ഷൻ പ്ലാനും അതിന്റെ പിറകിലുണ്ട്. ഇതിനേക്കാൾ എനിക്ക് സന്തോഷമുള്ള ഈ ചർച്ചയുടെ ഒരു സ്പിരിറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, വളരെ മനോഹരമായ ഒരു പ്രസംഗം ഇന്നലെ മുതൽ വൈറലാവുന്നുണ്ട്. അത് ചെയ്തിരിക്കുന്നത് വൈബ് എന്ന് പറയുന്ന വടകര ഇനീഷ്യേറ്റീവ് ഫോർ ബെറ്റർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് വടകര MLA നേതൃത്വത്തിലുള്ള പരിപാടിയുടെ ഒരു ഉദ്ഘാടനത്തിൽ വെച്ചിട്ട് ഷാഫി പറമ്പിൽ MLA നടത്തിയ പ്രസംഗമാണ്. ആ പ്രസംഗം ഞാൻ മുഴുവൻ കേട്ടു. MP ആണ്. ആ പ്രസംഗത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം നവകേരള വികസന രേഖയിൽ വിദ്യാഭ്യാസത്തെ പറ്റി കേരളത്തിലെ സർക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് എന്നുള്ളതിൽ വളരെ വളരെ സന്തോഷത്തോടെ, അതായത് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും എന്താ പറയുക ഭീകരമായ പരാജയം എന്നൊക്കെ കണ്ടിരുന്ന വടകരയിൽ ജയിച്ചിട്ടുള്ള ഷാഫി പറമ്പിൽ അവിടെ ജയിച്ച മിടുക്കരായിട്ടുള്ള കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് പറയുന്നതിൽ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതല്ല, ഇഷ്ടപ്പെട്ട് പഠിക്കേണ്ടതാണ്. ഇതിൽ നിന്നാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസം റീഡിസൈൻ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിരുചികളാണ് പഠിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്, സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിനേക്കാൾ രസമായിട്ട് എനിക്ക് തോന്നി ആ പ്രസംഗത്തിൽ ഷാഫി പറമ്പിൽ MLA പറയുന്നുണ്ട്, 2 GB ഡാറ്റയും 6 ഇഞ്ച് മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്ത് കഴിവും ലോകത്തിൽ എവിടെയും എത്തിക്കാനുള്ള സാഹചര്യം ഇന്ന് നിങ്ങൾക്കുണ്ട് എന്ന്. അത് ഷാഫി പറമ്പിൽ പറയാൻ പറ്റുന്നത് കേരളത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ്. കാരണം ഇന്റർനെറ്റ് എന്നുള്ളത് അടിസ്ഥാന അവകാശങ്ങളിൽ ഒന്നാക്കിയ ലോകത്തിലെ ആദ്യത്തെ ഇടമാണ് കേരളം. ഇതേ K-ഫോണിനെ പറ്റിയിട്ട് കഴിഞ്ഞ മിനിസ്ട്രിയുടെ കാലത്ത് നിയമസഭയിൽ ചർച്ച നടന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇതേ ഷാഫി പറമ്പിലെ നേതാവുമായ രമേശ് ചെന്നിത്തല ചോദിച്ചിരുന്നു, നിഷ്കളങ്കമായ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമുക്കൊക്കെ നെറ്റ് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കടമൊക്കെ എടുത്ത് K-ഫോൺ ഉണ്ടാക്കുന്നുള്ളത്? K-ഫോൺ എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുണ്ട്. കേരളത്തിലെ സകല വീടുകളിലും സകല സ്കൂളുകളിലും സകല കുട്ടികൾക്കും 2 GB നെറ്റ് എന്നുള്ളത് പൈസ ഇല്ലാത്തവർക്ക് കൂടി പ്രൊവൈഡ് ചെയ്യാൻ. ഇതാ കണ്ടോ നിങ്ങൾ, റിലയൻസ് അടക്കമുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അവരുടെ ചാർജ് ഭയങ്കരമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു, ഇനിയും വർദ്ധിപ്പിക്കാൻ പോവാണ്. അത്തരം ഒരു ഘട്ടത്തിൽ അതിനൊരു ബദലാവാൻ വേണ്ടിയിട്ടുള്ള K-ഫോൺ പോലുള്ള ഇനീഷ്യേറ്റീവ്സ് വരുത്തിയതിനു ശേഷമാണ്, എല്ലാ സ്കൂൾ ബിൽഡിങ്ങുകളും ലാബുകളും എല്ലാം സെറ്റാക്കിയതിനു ശേഷമാണ് സർക്കാർ ഇതിനകത്തേക്ക് പോകുന്നത്. പിന്നെ നമുക്കറിയാം, അതായത് വിദ്യാർത്ഥി സംഘടനയെ രാഷ്ട്രീയം പറയലെങ്കിൽ പോലും പറയാണ്, SFIയെ നിരോധിക്കണമെന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു MP, ചെറുപ്പക്കാരനായ ഒരു MP. ഷാഫി പറമ്പിൽ ഈ പ്രസംഗത്തിൽ പറയുന്നത് പൊളിറ്റിക്സിൽ നിങ്ങൾ സമരത്തിൽ ഉൾപ്പെടണമെന്നുള്ളതല്ല, പക്ഷേ ഈ നാട്ടിലെ സിറ്റിസൺസ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചെരുപ്പിന്റെ നികുതി പോലും തീരുമാനിക്കുന്ന രാഷ്ട്രീയക്കാരാണെന്നുള്ളതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം, അങ്ങനെയാണ് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ കുറച്ചു കാലം മുമ്പ് ഇവർ പറഞ്ഞിരുന്നത് സ്കൂൾ രാഷ്ട്രീയം നിരോധിക്കുകയാണ് വേണ്ടതെന്നായിരുന്നു. SFI പോലുള്ള സംഘടനയെ നിരോധിക്കണമെന്ന് പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തിരിച്ചറിവിലേക്ക് സമൂഹം മുന്നോട്ട് പോകുന്നതിനനുസരിച്ചുള്ള ഒരു തിരിച്ചറിവിലേക്ക് വരുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. 2 കാര്യങ്ങൾ കൂടെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ഒരു കൺഫ്യൂഷൻ, അതായത് കഴിഞ്ഞ വർഷം കേരളത്തിൽ ഇദ്ദേഹം പറഞ്ഞ കണക്ക് ശരിയായിരിക്കും, 1.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ആ ആളുകളെ മുഴുവൻ തടഞ്ഞു നിർത്തുക എന്നുള്ളതല്ല കേരളത്തില് 4 ഇയർ ഡിഗ്രി കൊണ്ടുവരുന്നതിന്റെയോ അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ വരുന്നതിന്റെയോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നതിന്റെയോ ഉദ്ദേശം. അതായത് കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരളത്തിലുള്ള ആളുകളെല്ലാം ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ തന്നെ പോകുക എന്നുള്ളതല്ല. കേരളത്തിലെ ആളുകൾ അവരുടെ സാമ്പത്തിക ശേഷി വർദ്ധിക്കുന്നതിനനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ ടൂറിന് പോകും. അതേപോലെ തന്നെ കേരളത്തിന്റെ ടൂറിസം പൊട്ടൻഷ്യൽസ് നമ്മൾ വികസിപ്പിച്ചാൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കേരളം കാണാൻ വരും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷൻ ആക്കിയിട്ട് കേരളത്തെ മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ യൂറോപ്യൻ, US, ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിന്റെയും സെന്റേഴ്സ് UAEയിൽ, ദുബായിലുണ്ട്. ഇപ്പോഴും ദുബായിലുള്ളതിന്റെ പകുതി ചെലവിന് നമുക്ക് കേരളത്തിൽ ഇതേ സാധനം അതിനേക്കാൾ മനോഹരമായ കാലാവസ്ഥയിൽ, അതിനേക്കാൾ മനോഹരമായ സിറ്റുവേഷനിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിന്ന് പഠിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇവിടെ ജോലി കൊടുക്കാൻ പറ്റുമോ? ഇതും അസ്ഥാനത്തുള്ള ഒരു ആങ്സൈറ്റിയാണ്. കാരണം കേരളത്തിലൊരു നഴ്സിംഗ്, ഇത് ഒരു വലിയ നഴ്സിംഗ് സ്കൂൾ തുടങ്ങിയാൽ അവിടുന്ന് 1000 നഴ്സുമാർ പുറത്തു വന്നാൽ ഇവർക്ക് മുഴുവൻ ജോലി കൊടുക്കാനുള്ള ആശുപത്രികൾ കേരളത്തിൽ ഉണ്ടാവുമോ? അത്രയും ആശുപത്രികളിലേക്ക് രോഗികൾ ഉണ്ടാവുമോ എന്നുള്ളത് അതൊരു റിവേഴ്സ് തോട്ടാണ്. അതിന്റെ ആവശ്യമില്ല.
ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സുമാരെ പ്രൊഡ്യൂസ് ചെയ്താൽ അവരെ ആവശ്യമുള്ള ലോകം ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ പോലുള്ള നാടുകളിൽ നിന്ന് ജാപ്പാനീസ് ഭാഷ കൂടി പഠിച്ചിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയബിൾ ആയിട്ടുള്ള യൂത്തിന് വേണ്ടി അന്വേഷിച്ച് നിൽക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ബുദ്ധിയുള്ള നല്ല ധിഷണാശൈലിയുള്ള മനുഷ്യരാണ്. അവരെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് ടോട്ടൽ സോഷ്യൽ റീബിൽഡിങ്ങിനാണ് ഉപകരിക്കുക. ഇവിടെ സാഹചര്യങ്ങൾ ഉണ്ടാവണം ഇല്ല എന്നുള്ളത് കൊണ്ട് ഇത് പഠിക്കേണ്ട എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. റൈറ്റ്. ഇവിടെ ശ്രീ അനിൽകുമാർ നേരത്തെ പൊടിപ്പാറ പറഞ്ഞതിലെ ഒരു കാര്യം, പല സർക്കാരുകളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പലതും പ്രഖ്യാപിക്കുന്നു, പ്രഖ്യാപനങ്ങളുണ്ടാകുന്നു, ഉദ്ഘാടനം സംഭവിക്കുന്നു, പക്ഷേ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതിൽ പലപ്പോഴും വഴുതി പോകുന്നു. ആരംഭശൂരത്വം എന്ന വാചകം എന്ന പരാമർശം അദ്ദേഹം പറയുന്നത് അവിടെയാണ്. അത് കേൾക്കുന്ന പലർക്കും കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ അത് പറയുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സർക്കാർ, അതായത് പിണറായി സർക്കാർ അതിൻ്റെ തുടർഭരണം കഴിഞ്ഞൊരു 8 വർഷക്കാലമായി ഏറ്റെടുത്ത, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചത്, ഓരോ വർഷവും നടപ്പാക്കുന്ന പ്രോഗ്രസ് കാർഡിലൂടെ ജനങ്ങളെ അറിയിച്ചത്, ഇതെല്ലാം കേരളത്തിന് ഇന്ന് പരിചിതമായ കാര്യങ്ങളാണ്. പണ്ട് ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നുള്ളത് നടപ്പാക്കാനൊന്നുമില്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് ആളുകളോട് പറയാനുള്ള ഒരു പ്രക്രിയയ്ക്ക് അപ്പുറത്തേക്ക് അതിനൊരു വിലയുമില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിനൊരു വിലയുണ്ട് എന്ന നിലയിലാണ് ഈ സർക്കാർ നാളിതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിലൊന്നും ആർക്കും തർക്കിക്കാൻ, പ്രതിപക്ഷത്തിന് പോലും അതിലൊരു തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ അദ്ദേഹം പ്രയോഗിച്ച പരാമർശം ഈ സർക്കാരിൻ്റെ പ്രവർത്തന ശൈലിയിൽ അതിന് എത്രമാത്രം ആ നിരീക്ഷണം, വിമർശനം ചേരും എന്നുള്ളതാണ്. നേരത്തെ കെ ഫോണിൻ്റെ കാര്യം പ്രേംകുമാർ സൂചിപ്പിച്ചു. വിഴിഞ്ഞം പദ്ധതി ഇന്നും നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഉയർന്നു. ദേശീയപാത വികസനം ഇന്നിപ്പോൾ നമുക്കറിയാം, യാത്രാ ദുരിതം, ബുദ്ധിമുട്ടുകൾ പല രൂപത്തിൽ സംഭവിക്കുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിന് സമാന്തര റോഡുകൾ ഒരുക്കുന്നിടത്തൊക്കെ അതിന് വേണ്ട ക്രമീകരണങ്ങൾ കാര്യമായി ചെയ്തിട്ടില്ല എന്ന വലിയ പരാതിയൊക്കെ പലപ്പോഴും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത്. പക്ഷേ ദേശീയപാത വികസനം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസമായി അപ്പോഴും പ്രതീക്ഷയോടെ നമ്മളൊക്കെ നിൽക്കുന്നത്. അത് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കിഫ്ബി ആക്ഷേപിച്ച കാലത്ത് വന്ന മസാല ബോണ്ട്, ആ മസാല ബോണ്ട് വാങ്ങിച്ച പണം അതുപോലെ തന്നെ സമയബന്ധിതമായി തിരിച്ച്, നമ്മൾ ഈ പറഞ്ഞ പ്രതിസന്ധിയൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്തും കേരളം തിരിച്ചു കൊടുത്ത ഒരു വാർത്തയുടെയും അനുഭവത്തിൻ്റെയും തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ പൊടിപ്പാറയെ പോലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു ആരംഭശൂരത്വമായി കണ്ടാൽ എന്താണ് ശ്രീ അനിൽകുമാർ പറയുക? അല്ല, കിബി എന്നൊരു പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്നതൊക്കെ ആരംഭശൂരത്വമാണ് എന്ന് പറയാമായിരുന്നു. കിബിയുമായി ബന്ധപ്പെട്ട 82,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒരു 16,000-ഓളം രൂപയുടെ പണം അതിൽ എക്സ്പെൻഡിച്ചറായി കഴിഞ്ഞു. 36,000 കോടി രൂപയുടെ പ്രൊജക്റ്റുകൾ ഓൺഗോയിങ് ആണ്. അതിലെ ടെൻഡർ വിളിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അടുത്ത വർഷങ്ങളിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സാങ്കേതികമായ പരിശോധനകളും ഒക്കെ നടക്കുകയാണ്. ഒരു 15 കൊല്ലക്കാലം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഒരു 40 കൊല്ലത്തിനപ്പുറത്ത് ഇവിടെ ലഭ്യമാകാമായിരുന്ന പാലങ്ങൾ, ഇപ്പോൾ 100 പാലങ്ങൾ പുതുതായിട്ട് നിർമ്മിച്ചു. പെരുമ്പളം പാലം, പെരുമ്പളത്ത് ഭൂരിപക്ഷമൊന്നും LDF കൂടിയിട്ടില്ല കേട്ടോ. പക്ഷെ 100 കോടി രൂപ മുടക്കി പെരുമ്പളത്തേക്കൊരു പാലം പണിയുകയാണ്. ബഹുമാനപ്പെട്ട പൊടിവാറ സാർ പറയുമ്പോൾ ടൂറിസത്തെക്കുറിച്ച് പറഞ്ഞു. പെരുമ്പളം പാലം തുറന്നു കൊടുക്കാൻ പോകുന്ന വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട ടൂറിസത്തിൻ്റെ സാധ്യതകൾ എന്തായിരിക്കും? നമുക്ക് അത്ഭുതകരമായ മുന്നേറ്റമല്ലേ ആ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്? നമ്മുടെ മലയോര പാതയും തീരദേശ പാതയും പൂർത്തിയായി കഴിഞ്ഞാൽ ടൂറിസത്തിൻ്റെ മുന്നേറ്റം എന്തായിരിക്കും? ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നാം ഇനിയും എത്രയോ മാറേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് ടൂറിസ്റ്റുകൾ കേരളത്തിൽ വരുന്നു. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം. പക്ഷെ ഇന്ന് കേരളത്തിലോടുന്ന വണ്ടികൾ, തീവണ്ടികൾ, ആ തീവണ്ടികളുടെ ഇന്നത്തെ വൃത്തിഹീനമായ സമീപനം ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതാണോ? ഈയിടെ തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, യാത്ര ചെയ്ത പല ആളുകളും ഇടയ്ക്ക് വെച്ചിറങ്ങിപ്പോയി. കാരണം ആ വാഹനത്തിൽ, തീവണ്ടിയിൽ യാത്ര ചെയ്യാനേ പാടില്ലായിരുന്നു. രാജസ്ഥാനിൽ നിന്ന് മറ്റോ വരുന്ന വാഹനമാണ്, ട്രെയിനാണ്. അപ്പം അനുഭവസ്ഥർ പലരും പറയുന്നത് ദീർഘദൂര യാത്രകൾ ചെയ്യുന്ന ട്രെയിനുകളിൽ കേരളത്തിലെ സഞ്ചാരികൾക്ക് യാത്ര ചെയ്യാനേ പറ്റുന്നില്ല. മലയാള മനോരമ റിപ്പോർട്ട് കൊണ്ടിരുന്നു, കൊച്ചിയിൽ നിന്ന് ഒരു ബാംഗ്ലൂരോ മറ്റോ കൊണ്ടുവന്നൊരു വന്ദേ ഭാരത് തിരിച്ചു കൊണ്ടുപോയി. ഇവിടെ ഓടിക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ നമ്മൾ കേരളയിൽ വരണ്ട എന്ന കാര്യത്തിൽ വളരെ നിർബന്ധമുള്ളവരാണ് നമ്മൾ. അപ്പോൾ ആരംഭശൂരത്വം എന്ന് പറഞ്ഞാൽ സർക്കാരിന് ആരംഭശൂരത്വവും അതിൻ്റെ ഭാഗമായി ഒരു തടസ്സപ്പെടുത്തലുമില്ല. കേരളത്തെ മുന്നോട്ട് പോകാൻ കേന്ദ്രം തടയുന്നില്ല, അതൊരു പ്രശ്നമാണ്. ഉദാഹരണമായിട്ട് കേരളത്തിൻ്റെ വികസന പദ്ധതികൾ ഏതെല്ലാമാണ് കേന്ദ്രം
ഉദാഹരണമായിട്ട് മന്ത്രി പി രാജീവ് ഡൽഹി ചെന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങളൊരു 200 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടിരിക്കുകയാണ് വ്യവസായ ഇടനാഴിക്ക്. അത് 2 കൊല്ലമായിട്ട് നിങ്ങളെ അറിയിച്ചിട്ടും നിങ്ങൾ അനുവാദം തന്നിട്ടില്ല. സ്ഥലമില്ലാത്ത കൊണ്ട് വ്യവസായം നടക്കാത്ത കേരളത്തിൽ വ്യവസായത്തിന് സ്ഥലം ഏറ്റെടുത്തിട്ട് 2 കൊല്ലമായിട്ടും കേന്ദ്രത്തോട് പറയുകയാണ്, ഇതാ ഒന്ന് താ. കിനാരൂരിൽ 150 ഏക്കർ സ്ഥലം ഗവൺമെൻറ് വെച്ചിരിക്കുകയാണ് ഒരു എയിംസ് തുടങ്ങാൻ. സ്ഥലം റെഡിയാണ്. കേരളത്തിൽ ഇത്രയും നാൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എവിടെ സ്ഥലമില്ല. പക്ഷേ ഈ സ്ഥലം കേരളത്തിൽ മിച്ചമായിരിക്കുന്നു. സ്ഥലം റെഡിയാണ്, പക്ഷേ നമുക്ക് എയിംസ് തരുന്നില്ല. അപ്പോൾ കേരളത്തിലെ സർക്കാരിന് ഈ പറയുന്ന ആരോഗ്യ മേഖലയാവട്ടെ, അതുപോലെ തന്നെ ടൂറിസം മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ ഒരു പ്രശ്നമില്ല. പിന്നെ കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തു പോകുന്നതിന് കാരണം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഗ്രാമങ്ങൾക്കകത്തും അതുപോലെ തന്നെ കുടുംബങ്ങൾക്കകത്തും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. അവിടെയുള്ള ജനാധിപത്യമില്ലായ്മയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർ 18 വയസ്സ് കഴിഞ്ഞാൽ അവർ പറന്നുയർന്നു പോകാൻ ആഗ്രഹിക്കുന്ന തലം മറ്റൊന്നാണ്. അവിടെ ചെന്ന് ജോലി ചെയ്യുകയാണ്. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? എനിക്കറിയാവുന്നൊരു കുട്ടി UK ചെന്നിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് ഒരു കടയിൽ ജ്യൂസ് അടിച്ചു കൊടുക്കുക. തൊട്ടടുത്തറിയാവുന്നൊരു കുട്ടിയാണ്. നമ്മുടെ നാട്ടിൽ കോളേജിൽ പോകുന്നൊരു കുട്ടി അടുത്ത കടയിൽ പോയിട്ട് ജ്യൂസ് അടിച്ചിട്ട് ആ വരുമാനം കൊണ്ട് കോളേജിൽ പോയി പഠിക്കാൻ നാട്ടിൽ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. അപ്പം പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ അവർ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതിയ ലോകത്ത് ജോലി കൂടി ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. മുഖ്യമന്ത്രി 1 കൊല്ലം മുമ്പ് പറഞ്ഞ ഈ കാര്യം. അത് പറഞ്ഞ മുഖ്യമന്ത്രിയെ ചില ആളുകൾ കളിയാക്കുന്നത് കണ്ടു. അപ്പോൾ കേരളത്തിൽ നിന്ന് ആളുകൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നതിനൊന്നും തടയേണ്ട കാര്യമില്ല. ഇവിടെ ആളുകൾ ഇങ്ങോട്ടും വരട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിൻ്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ തന്നെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു മലയാളിക്ക് തങ്ങളുടെ മക്കൾക്ക് ഇവിടെ പഠിക്കാൻ കഴിയും. ഏത് യുവതി യുവാവിനും ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു മധ്യവികസിത രാജ്യത്തെ എല്ലാ നേട്ടങ്ങളും കേരളത്തിൽ ഉണ്ടാക്കലാണ് ലക്ഷ്യം. അതിനാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ നാക് അക്രഡിറ്റേഷനിൽ ഗവർണറുമായിട്ടുള്ള തർക്കം കൊണ്ട് സർവകലാശാല പുറകോട്ട് പോയോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ തലകുനിക്കും. കേരളത്തിലെ ഒരു സർവകലാശാലയും പുറകോട്ട് പോയിട്ടില്ല. എന്നാൽ നാക് അക്രഡിറ്റേഷൻ കിട്ടി ഏതെങ്കിലും സർവകലാശാലയെ ചാൻസലറായ ഗവർണർ അഭിനന്ദിച്ചോ? ഞാനിത് എല്ലാ ദിവസവും പത്രത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാക് അക്രഡിറ്റേഷൻ മഹാത്മാഗാന്ധിക്ക് ഗാന്ധി സർവകലാശാലയ്ക്ക് A++, അല്ലെ കേരള സർവകലാശാലയ്ക്ക് ഉന്നതമായ നേട്ടം, നമ്മുടെ കാലിക്കറ്റ് സർവകലാശാല. എന്തേ ഗവർണർ അഭിനന്ദിക്കാത്തത്? ചാൻസലർ സർവകലാശാലയെ തകർക്കാൻ വേണ്ടി മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. BJPയുടെ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ അവിടെ കേന്ദ്ര സർക്കാരും എല്ലാം കണ്ടിരിക്കുന്നത് ഈ ഗവർണർ LDFനെതിരായി നടത്തിയ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് BJPക്ക് ശാല വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഗവർണർ തുടരട്ടെ എന്നാണ്, അക്രമം തുടരട്ടെ എന്നാണ്, കേരളത്തിനെതിരായ കടന്നാക്രമണങ്ങൾ തുടരട്ടെ എന്നാണ്. ആ ഗവർണർ പ്രതികരിക്കേണ്ടത് നെറ്റ് പരീക്ഷ UGC നെറ്റ് പരീക്ഷയിലെ പേപ്പർ ചോർന്നിട്ട് ആ UGC മോഡൽ ഇവിടെ നടപ്പാക്കണമെന്നാണ്. ഏത് മോഡൽ? അപ്പോൾ കേരളത്തിന് ഇതെല്ലാം കുഴപ്പം. പിന്നെ ഇവിടെ നല്ലത് ചോർന്നെടുത്താൽ നല്ലത്. ഇതെല്ലാം ഗവർണർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരള സർക്കാർ ഗവർണറുമായി ഒരു തർക്കത്തിനും ഒരുമ്പെട്ടിട്ടില്ല. ചോദ്യം ഇതാണ്, ഒരു സർവകലാശാലയുടെ BCA തീരുമാനിക്കുന്നതിൽ കേരള സർക്കാർ ഇടപെടാൻ പാടുണ്ടോ? കേന്ദ്ര സർക്കാർ ഇടപെടാൻ പാടുണ്ടോ? 2018 UGC കൊണ്ടുവന്ന പുതിയ ചട്ടപ്രകാരം അവർക്ക് ഇടപെടാൻ അധികാരം കൊടുത്തു. നല്ലത്. UGC ഇടപെടട്ടെ, അക്കാഡമിക്കായിട്ട് ഇടപെടട്ടെ. രണ്ടാമത്തെ നോമിനി ആരുടേതായിരിക്കണം? കേരള സർക്കാർ നോമിനി. വെരി ഗുഡ്. മൂന്നാമത്തെ നോമിനി ആരായിരിക്കണം? അത് ചാൻസലറുടെ നോമിനിയാണ്. അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുള്ളതെന്ന് ഗവർണർ പറഞ്ഞാൽ ആ നോമിനിയെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വൈസ് ചാൻസലറെ നിയമിച്ച് കാവുവൽക്കരിക്കാൻ കേരളത്തിലിടമില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോക്കറ്റിലിട്ടുകൊണ്ട് വരുന്ന ആ ആളെ, ആ നോമിനിയെ അങ്ങ് UPയിൽ കൊണ്ട് കൊടുത്താൽ മതി എന്ന് ഗവർണറോട് പറയാൻ ആർജവമുള്ളൊരു ഗവൺമെൻറ്റാണിത്. ഞങ്ങൾ ആ പോരാട്ടം നടത്തുന്നത് നിയമപരമായിട്ടാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ BJPക്ക് ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ഉണ്ടായി. ഒറ്റ വാക്ക് ശരത്തെ, കാലിക്കറ്റ് സർവകലാശാലയിൽ BJPക്ക് ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ഉണ്ടായി. ഈ ഗവർണറല്ലേ കൂട്ടിക്കൊടുത്തത്? എന്ത് ന്യായം? BJPക്ക് ഒരു ഗവർണർ നോമിനേറ്റ് ചെയ്ത് കൊടുത്ത് സിൻഡിക്കേറ്റ് മെമ്പർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഞങ്ങൾ തലകുനിക്കണോ? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളം. നമ്മൾ തലകുനിക്കരുത്. കേരളം, മതനിരപേക്ഷ കേരളം തലകുനിക്കരുത്. ഈ പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്.
ഇവിടെ ശ്രീ പൊടിപ്പാറ, താങ്കൾ ഗവർണറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പ്രശ്നത്തെ, ആ വിഷയത്തെ എങ്ങനെ രാഷ്ട്രീയമായി സമീപിക്കണം, എങ്ങനെ സർവകലാശാലകളുടെ ഗുണനിലവാരം നഷ്ടപ്പെടാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് ഒരു കൃത്യമായ നിലപാടുണ്ട്. അതിനനുസരിച്ച് അത് കൂടിക്കലരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ വളരെ പ്രസക്തമായൊരു ദിവസമാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മുമ്പ് ഞാൻ സൂചിപ്പിച്ചല്ലേ, രാഷ്ട്രീയ സാഹചര്യം ഏതുമാകട്ടെ, ജനങ്ങളോട് ഉറപ്പ് കൊടുത്ത കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോവുക എന്ന നിലയിൽ ഇതടക്കമുള്ള വിഷയങ്ങൾ വെച്ച് പൊടിപ്പാറ എന്ന മാധ്യമപ്രവർത്തകൻ ഈ സർക്കാരിനെ വിലയിരുത്തുന്നുണ്ടോ? ഞാൻ ഏത് രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടി 2019 തന്നെയുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടും ഓരോരോ കാര്യങ്ങൾ തുടർന്ന് ഇങ്ങോട്ടായാലും ഇപ്പോഴായാലും സർക്കാരും മുഖ്യമന്ത്രിയും വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും താങ്കളുടെ ശ്രദ്ധയിലുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇപ്പോൾ 2019 ഉദാഹരണത്തിനെടുത്താൽ ആ തിരിച്ചടിക്ക് ശേഷം അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വളരെ ശക്തമായി ഇടതുമുന്നണി തിരികെ വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആ വിശ്വാസമാർജിക്കാനുള്ള രാഷ്ട്രീയ പ്രക്രിയ തുടരുക, അതേസമയം സർക്കാരിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതാണ്ട് ഇതേ ശൈലിയിൽ തന്നെ തിരിച്ചടികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുന്ന ഒരു രാഷ്ട്രീയം ഈ സർക്കാരിനില്ലേ? ഇതിനകത്ത് 2019 സാഹചര്യവും 2024 സാഹചര്യവും തമ്മിൽ കുറച്ച് വ്യത്യാസമാണ്. അന്ന് 2019 ഈ പറഞ്ഞ പോലെ 19 സീറ്റുകളിൽ തോറ്റു, ഒരു സീറ്റിൽ ആലപ്പുഴ മാത്രം ജയിച്ചു. സംഗതി ശരിയാണ്. ഏതാണ്ട് സമാനമായ ഒരവസ്ഥ ആലത്തൂരിൽ മാത്രമാണ് LDF ജയിച്ചത്. പക്ഷെ അന്ന് വളരെ കൃത്യമായ ഒരു കാരണം ഉണ്ടായിരുന്നു. അതായത് ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ യുവതീ പ്രവേശം സംബന്ധിച്ച് ഇടതുപക്ഷം അല്ലെങ്കിൽ ഗവൺമെന്റും ഇടതുമുന്നണിയും കൈക്കൊണ്ട നിലപാടുകൾ ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികളെ വേദനിപ്പിച്ചു. അല്ലെങ്കിൽ അതിനെതിരെ അതിശക്തമായ NSS ആവട്ടെ, സംഘപരിവാർ സംഘടനകളാവട്ടെ, കോൺഗ്രസ് ആവട്ടെ, എല്ലാം ആ വിഷയം വല്ലാതെ ആളിക്കത്തിക്കുകയും അത് ഹിന്ദു സമൂഹത്തിനിടയിൽ ഒരു നെഗറ്റീവ്സമായിട്ട് വളർന്ന് ഇടതുപക്ഷത്തിന്റെ വോട്ട് വല്ലാതെ ചോർത്തിക്കളഞ്ഞു എന്നൊരു ഒരു വസ്തുതയാണ്. നമ്മളതിനെ നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല, അതൊരു വസ്തുതയാണ്. പക്ഷെ പിന്നീട് ആ തെറ്റുകൾ തിരിച്ചറിയുകയും അല്ലെങ്കിൽ അത് ഒരു ശരിയായ നിലപാടായി പോയില്ല. ഇത്രത്തോളം വലിയ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ പാർട്ടിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ ഹിന്ദു സമൂഹത്തെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടെടുത്തത് ശരിയായില്ല എന്ന് തിരിച്ചറിവിൽ ആ നിലപാടിൽ കൃത്യമായ മാറ്റം വരുത്തി ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുകയും അതിന്റെ ഗുണഫലങ്ങൾ പിന്നീട് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും, അത് മാത്രമൊന്നുമല്ല വേറെയും പല കാരണങ്ങളുണ്ടാവും, പക്ഷെ എന്തായാലും അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതിന്റെ നേട്ടം വമ്പൻ തകർച്ചയിൽ നിന്ന് വലിയ തിരിച്ചുവരവിലേക്ക് ഇടതുമുന്നണി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ ഇക്കുറി ആ രീതിയിലുള്ള ഒരു കാഴ്ചയ്ക്ക് അപ്പുറത്ത് ചില കാര്യങ്ങൾ കൂടി ഇതിന്റെ അടിയിലുണ്ട്. അന്നത്തെ പോലെ ഒരു വോട്ട് ബാങ്ക് അല്ല ഇത്തവണ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപക്ഷെ തിരിച്ചു വരാൻ സാധ്യതയുള്ള വോട്ട് ബാങ്ക് ആണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതായത് UDF അല്ല ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ വൻതോതിൽ ചോർത്തിയിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ വൻതോതിൽ, ആറ്റിങ്ങൽ അടക്കമുള്ള, ആലപ്പുഴ അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ കോട്ട കൊത്തളങ്ങളിൽ വൻതോതിൽ വോട്ട് ചോർന്നു. കണ്ണൂര് ചോർന്നു, കോഴിക്കോട് ചോർന്നു, വടകര ചോർന്നു. അപ്പൊ ഈ രീതിയിൽ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇടതുപക്ഷം എല്ലാ കാലത്തും അവകാശപ്പെടുന്നത് ഞങ്ങൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാനിഫെസ്റ്റോയിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ഭരിക്കുന്നത് എന്ന് അവകാശപ്പെടുമ്പോഴും ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിന് സത്യത്തിൽ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് സംഭവിച്ചിരിക്കുന്നത് പ്രയോറിറ്റി. ഇതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാ രാഷ്ട്രീയ വിചക്ഷണരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ആരോടൊപ്പമാണ് നിൽക്കേണ്ടിയിരുന്നത്? കൂറ്റൻ പ്രോജക്റ്റുകൾ മാത്രമാണോ, അതോ സാധാരണ മനുഷ്യന്റെ കണ്ണീരൊപ്പുന്ന, അവന്റെ ജീവിതം ഉറപ്പുവരുത്തുന്ന, അവന് മരുന്ന് വാങ്ങാനും അവന് തുണി വാങ്ങാനും അതുപോലെ തന്നെ ഭക്ഷണം വാങ്ങാനും ഉള്ള ആ പണം കൊടുത്തിട്ട് പോരെ വൻകിട പദ്ധതികളുടെ പിന്നാലെ പോകുന്നത്? ഇടതുപക്ഷം ജനപക്ഷമാകണ്ടേ? അതിനു പകരം ഇടതുപക്ഷം ഈ പറഞ്ഞതുപോലെ വൻകിട പദ്ധതികളുടെ ഉപാസകരായി മാറുന്നത് ശരിയാണോ? ഈ പ്രിഫറൻസ്, ഈ പ്രയോറിറ്റിയുടെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് തെറ്റുപറ്റുന്നുണ്ടോ? അടിസ്ഥാന വർഗത്തോടൊപ്പം അണിചേരേണ്ട പാർട്ടി സമ്പന്ന വർഗത്തോടും മധ്യവർഗത്തോടും ഒപ്പം ചേർന്ന് നിൽക്കുന്നു എന്നൊരു വേദന
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ വലിയൊരു വിഭാഗത്തിനുണ്ട് എന്നുള്ളത് അവഗണിച്ചിട്ട് കാര്യമില്ല. പ്രേംകുമാറും അനിൽകുമാറും അതൊക്കെ രാഷ്ട്രീയ യുക്തി കൊണ്ട് വേണമെങ്കിൽ അതിനെയൊക്കെ കട്ട് ചെയ്ത് ഛേദിച്ചു കളയും, അടിച്ച് പരത്തി കളയും. പക്ഷെ ഞാൻ പറയുന്നത് സാധാരണ മനുഷ്യന്റെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ്. അതിനെ നമ്മൾ രാഷ്ട്രീയ യുക്തി കൊണ്ടും രാഷ്ട്രീയ ന്യായങ്ങൾ കൊണ്ടും മാത്രം മറികടക്കാനാവുന്നതല്ല. അത് ശരി. നമുക്ക് കിട്ടിയ ഒരു കാഴ്ച, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമെന്ന്. ആ യാഥാർത്ഥ്യം ഇടതുപക്ഷം, CPM പ്രത്യേകിച്ചും ഉൾക്കൊണ്ടേ മതിയാകൂ. അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ന്യായങ്ങൾ കൊണ്ട് മാത്രം ഒരു തിരിച്ചുവരവ് ചിലപ്പോൾ സാധിച്ചു എന്നും വരില്ല. ഞാൻ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോയ ശേഷം ശ്രീ പൊടിപ്പാറ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ വിമർശനവും ആ നിരീക്ഷണത്തിലൊരു രാഷ്ട്രീയ വിമർശനം CPM-നും സർക്കാരിനും മുന്നണിക്കും നേരെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്കും വരാം. ശ്രീ അനിൽകുമാർ, നേരത്തെ ശ്രീ പൊടിപ്പാറ മുന്നോട്ട് വെച്ച നിരീക്ഷണത്തിലെ ശക്തമായ രാഷ്ട്രീയ വിമർശനമുണ്ടല്ലോ. തിരിച്ചു വരാനാവാത്ത വിധമുള്ള വോട്ട് ചോർച്ചയാണ് CPM-ന് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തം. അതുകൊണ്ട് തന്നെ 19 അല്ല 24. ശ്രീ അനിൽകുമാർ. അതല്ല, ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ അയോധ്യയിലെ ജനങ്ങൾക്കുണ്ടായ തിരിച്ചറിവ് കേരളത്തിന് നാളെ ഉണ്ടാവില്ലെന്നാണോ ബഹുമാനപ്പെട്ട പൊടിപാറ സാറ് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് 10 കൊല്ലം അധികാരത്തിലിരുന്ന BJP-യുടെ കേന്ദ്ര സർക്കാർ ഉയർത്തിയ ഒരു വർഗീയ രാഷ്ട്രീയമുണ്ട്. അതിനെതിരായ പ്രതിരോധമുണ്ട്. ഇത് 2 ഭാഗത്തായിട്ട് ആളുകൾ സാന്ദ്രീകരിക്കപ്പെട്ടു. മൂന്നാമത്, ഇന്നലെ വരെ ഇല്ലാത്ത വിധം ഇവിടുത്തെ ഹൈന്ദവ ജനവിഭാഗങ്ങൾക്കൊപ്പം ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടി മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് കൊണ്ടുവരാൻ BJP പരിശ്രമിച്ചു. ഞങ്ങളിതിനെയെല്ലാം എതിർത്താകുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഏതാണ്ട് കേരള ജനത്തിലെ 1/3% ആളുകളും ഇപ്പോൾ തന്നെ 1/3 ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വോട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ അങ്ങ് സൂചിപ്പിച്ച പോലെ ചില പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ തടസ്സം മൂലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വൻകിട പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏതാ വൻകിട പ്രൊജക്റ്റ്? കൊച്ചി മെട്രോ പൂർത്തിയാക്കണ്ടായിരുന്നോ? കണ്ണൂർ വിമാനത്താവളം പൂർത്തിയാക്കണ്ടായിരുന്നോ? ദേശീയപാത പോകുന്നത് ഏത് മധ്യവർഗത്തിന് വേണ്ടിയാണ്? മലയോര ഹൈവേയും തീരദേശ ഹൈവേയും ആ തീരദേശത്തെ ജനങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമ്പോൾ അത് ഏത് മധ്യവർഗമായിരിക്കും മലയോരത്തും തീരദേശത്ത് താമസിക്കുന്നത്? എവിടെയാണ് ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയത്? കൊച്ചി ജലമെട്രോയിൽ താമസിക്കുന്നത് ഈ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യർ താമസിക്കുന്ന ദ്വീപ് ജനങ്ങളല്ലേ? ഏത് പദ്ധതിയാണ് മാറ്റിവെക്കേണ്ടിയിരുന്നത്? ഞങ്ങൾ സ്വയം വിമർശനം നടത്തിയ കാര്യം എന്താണ്? ഞങ്ങൾ സ്വയം വിമർശനം നടത്തിയത് പെൻഷൻ മുടങ്ങാതെ നോക്കണമായിരുന്നു. ജീവനക്കാരുടെ DA മുടങ്ങാതെ നോക്കണമായിരുന്നു. സപ്ലൈകോയിൽ 7.5 കൊല്ലക്കാലം പിണറായി വിജയനൊരു നിഷ്ഠ പോലെ പാലിച്ച, കൃത്യമായി സാധനങ്ങൾ എത്തിച്ച പരിപാടി തുടരാൻ 6 മാസം കഴിഞ്ഞില്ല. അതിനുള്ള ശിക്ഷയാണല്ലോ കിട്ടിയത്. അതാണ് ജനങ്ങൾ പറഞ്ഞതെങ്കിൽ ഞങ്ങളത് കേട്ടു. ഇപ്പോൾ സപ്ലൈകോയിൽ സാധനങ്ങൾ നിറഞ്ഞു. ഇപ്പോൾ സപ്ലൈകോയിൽ സാധനങ്ങൾ നിറഞ്ഞത് വൈകി ഉദിച്ച ബുദ്ധി കൊണ്ടല്ല. കേന്ദ്ര സർക്കാർ തടസ്സമുണ്ടാക്കിയപ്പോൾ ചില പ്രശ്നങ്ങൾ വന്നു. ഇപ്പം പ്രിയോറിറ്റി നിശ്ചയിക്കുകയാണ് സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ടോ ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളി, ഇവിടുത്തെ കയർ തൊഴിലാളി, ഇവിടുത്തെ സാധാരണ ജനവിഭാഗങ്ങൾ അവരുടെ വിഷയങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് അതൊന്നാമത്, ബാക്കി ചെലവുകളുണ്ടെങ്കിൽ നമുക്കൊരല്പസമയമാകാം എന്ന് കേരളത്തിൻ്റെ അഭിപ്രായമാണ്. ശരി, ഞങ്ങൾ കേട്ടു. നമ്മൾ ജനാധിപത്യത്തിലല്ല പ്രവർത്തിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു വൻകിട പ്രൊജക്റ്റുകളുടെ പുറകെ ഇപ്പോൾ പണം മുടക്കണ്ട, പക്ഷെ വിഴിഞ്ഞ് നിർത്തിവെക്കാൻ പറ്റുമോ? നമ്മുടെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഓൺഗോയിങ് നിർത്തിവെക്കാൻ പറ്റുമോ? പുതിയ പ്രോജക്റ്റ് എടുക്കുന്നത് തൽക്കാലം കഴിഞ്ഞു മതി, ഇപ്പം ഇതേ വേഗത്തിൽ വേണ്ട, സമ്മതിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ളൊരു പദ്ധതിയും പ്രകടന പത്രികയിൽ പറഞ്ഞൊരു പദ്ധതിക്കും മാറ്റം ഉണ്ടാവില്ല. അത് നടത്താനുള്ള പണം സർക്കാർ കണ്ടുവച്ചിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ തടസ്സത്തെ മറികടഞ്ഞ് ക്ഷേമ നടപടികളിൽ വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അതുകൊണ്ട് 2024 അനുഭവം വെച്ചിട്ട് 2026 വ്യത്യസ്തമായൊരു അനുഭവമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും തെറ്റിദ്ധരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിണറായി സർക്കാർ, 1ഉം 2ഉം പിണറായി സർക്കാർ, അല്ലെങ്കിൽ LDFൻ്റെ ഏതെങ്കിലും ഒരു സർക്കാർ, ഈ സർക്കാരുകളെക്കാൾ മികച്ച ഒരു സർക്കാരും ഈ കേരള ചരിത്രത്തിൽ UDF നടത്തിയിട്ടില്ല. BJPയുടെ ഗുജറാത്തിലെ സർക്കാർ പോലും, BJPയുടെ ഏറ്റവും ദീർഘഭരണം നടത്തിയ ഗുജറാത്തിലെ സർക്കാർ പോലും കേരളത്തോട് കിടപിടിക്കുന്നില്ല എന്ന അനുഭവമുള്ള ഇവിടുത്തെ മനുഷ്യർ UPയിലെ ജനങ്ങൾക്കുണ്ടായ തിരിച്ചറിവിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം എന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ശരി,
ഇവിടെ പ്രേംകുമാറിൻ്റെ കൂടി ഒരു അഭിപ്രായം നമുക്ക് ചുരുക്കി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാവുകയാണ്. അദ്ദേഹം പറഞ്ഞതൊരു ശ്രദ്ധേയമായ നിരീക്ഷണമുണ്ട്. ശ്രീ പ്രേംകുമാർ അടക്കമുള്ള ഒരു ന്യായീകരണം കൊണ്ട് മാത്രം തിരിച്ചു വരാനാവില്ല എന്നാണ്. അല്ല, വാസ്തവങ്ങൾ പറയുന്ന ആളുകളെ ന്യായീകരണം എന്നല്ലല്ലോ, നമ്മളും ഇതിനെ വിമർശനപരമായിട്ട് തന്നെ കാണുന്നതാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ഏതൊക്കെ മേഖലകൾ എടുത്താലും അവിടെയൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് കേരള സൊസൈറ്റി. ഒറ്റ ഉദാഹരണം പറയാം. വിദ്യാഭ്യാസ മേഖലയിൽ EMSന്റെ സർക്കാരിന്റെ മുണ്ടശ്ശേരി മാഷിന്റെ വിദ്യാഭ്യാസ ബില്ലിനോട് അനുബന്ധിച്ച് വന്നൊരു കാര്യം, ഡയറക്റ്റ് പേയ്മെന്റ് ആക്ട്. ലോകത്തൊരിടത്തും ഇല്ലാത്ത ഒരു നിയമമാണത്. അതായത് ഒരാളെ ജോലിക്ക് അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു മാനേജറാണ്, അയാൾക്ക് ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതും സർക്കാരാണ്. ഏറ്റവും ബേസിക് ആയ എംപ്ലോയ്മെന്റിന്റെ അസംഷൻ ഓപ്പോസിറ്റ് ആണത്. കാരണം ഒരാൾ അപ്പോയിന്റ് ചെയ്താൽ അയാളാണ് ശമ്പളം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ശമ്പളം ആരാണോ കൊടുക്കേണ്ടത് അയാളാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. ഇത് ഭയങ്കര അഴിമതിയാണ്, കെടുകാര്യസ്ഥയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റം പറയാം. പക്ഷേ എയ്ഡഡ് മേഖല എന്നുള്ളത് കേരളത്തിലെ സ്കൂൾ രംഗത്തും കോളേജ് രംഗത്തും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കേരളത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് അത് എത്രമാത്രം ക്രിയാത്മകമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നുള്ളത് അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തെ ഏറ്റവും ഗുണപരമായി ഉപയോഗിക്കാൻ എടുത്ത ഒരു ധീരമായ തീരുമാനമായിരുന്നു അത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ആ EMS സർക്കാരിന് ശേഷം ഇത്രയും ദീർഘവീക്ഷണത്തോടെ ഒരു 25-50 വർഷത്തിനപ്പുറത്തുള്ള കേരളത്തെ കണ്ടുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒന്നാം സർക്കാരും രണ്ടാം സർക്കാരും. അതിനകത്തേക്കുള്ള ചേഞ്ചസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്ന K-ഫോൺ ആയിരുന്നാലും ഹൈവേ വികസനമായിരുന്നാലും ഏത് സാധനമായിരുന്നാലും. പിന്നെ ഏറ്റവും വലിയ ചാലഞ്ച് എന്നുള്ളത്, പിണറായി സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച്, ഈ ഗവൺമെന്റിന് മത്സരിക്കേണ്ടത് തൊട്ട് മുമ്പത്തെ പിണറായി സർക്കാരിനോട് തന്നെയാണ്. വലിയ സന്തോഷവും സമാധാനം തോന്നുന്നുണ്ട്. ഇപ്പൊ പല ആളുകളും പറയുന്നുണ്ട്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നല്ല ഭരണമായിരുന്നു, തോമസ് ഐസക് നല്ല സാമ്പത്തിക വകുപ്പ് മന്ത്രിയായിരുന്നു, പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു മാഷ് എന്നൊക്കെ പറയുന്നുണ്ട്, ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഒന്നാം സർക്കാരിന്റെ. ആ സർക്കാരിനോടാണ് ഇപ്പൊ മത്സരിച്ചുകൊണ്ടിരിക്കേണ്ടത്. അത് വലിയൊരു ബാധ്യത തന്നെയാണ്. മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന മിസ്റ്റേക്കുകൾ, മിസ്സിങ്സ്, അതും വലിയ പ്രശ്നം തന്നെയാണ്. കാരണം 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് അക്ഷരം അറിയില്ല എന്നൊക്കെ ഒരു ആവേശത്ത് പ്രസംഗിച്ചു പോകുന്നത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ചെറുതൊന്നുമല്ല. അത്തരം കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിനുള്ള കരുത്തും അതിനുള്ള ഇന്റലക്ച്വൽ പൊളിറ്റിക്കൽ സ്ട്രെങ്തും ഈ സർക്കാർ ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്നത്. റൈറ്റ്, നന്ദി 3 പേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. ഏതായാലും നീറ്റ് അഴിമതി രാജ്യമാകെ ചർച്ച ചെയ്യുന്ന മോദി സർക്കാർ അങ്ങേയറ്റം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഗുണനിലവാരം ഉയർത്താൻ കഴിയുന്ന ലോക സർവകലാശാലകളോട് കിടപിടിക്കുന്ന, അവരും കൂടി അംഗീകരിക്കുന്ന പുതിയ 4 വർഷ ബിരുദ സംവിധാനത്തിലേക്ക് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് പിണറായി സർക്കാർ എങ്ങനെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യും എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട് പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്തത്. 3 പേർക്കും വളരെയധികം നന്ദി.